السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. سورة المائدة 55. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. وإذا ناديتم إلى الصلاة اتخذوها هزوا ولعبا ذلك بأنهم قوم لا يعقلون. صدق الله مولانا العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അള്ളാഹു എല്ലാവരുടെ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. അള്ളാഹു തആല ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടെ മരിക്കാനും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. 55 മുതലുള്ള നമുക്കിന്ന് എടുക്കാനുള്ളത്. നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് യഹൂദി നസാറാക്കള്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നിങ്ങൾ മിത്രങ്ങളാക്കരുത്, രക്ഷാകർത്താക്കളാക്കരുത് എന്നുള്ളതിൻ്റെ നേരം മുമ്പ് പറഞ്ഞത്. എന്നാൽ പിന്നെ നമ്മൾ ആരെയാണ് രക്ഷാകർത്താക്കളാക്കേണ്ടത്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. إنما وليكم الله, തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷാകർത്താവ് അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളും ആകുന്നു. അല്ലദീന യുഖീമൂനസ്സലാത്ത വയൂതൂനസ്സകാഹ്, നിസ്കാരവും സകാത്തും നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ, അവരും നിങ്ങളുടെ രക്ഷാകർത്താക്കളാണ്. വഹും റാക്കിഊൻ,
അവർ റുക്കൂ ചെയ്യുന്നവരാണ്. പ്രത്യേകം റുക്കൂവിനെ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ കാരണം പറയാം. ഇവിടെ അല്ലാഹു തആല പറയുന്നത് നിങ്ങളെ സഹായി അല്ലാഹുവാണ്, അതോടുകൂടെ തന്നെ റസൂലുമാണ്. അല്ലാഹു നിങ്ങളെ സഹായിയാണ്, റസൂല് സഹായിയാണ്, റസൂലിനോട് കൂടെ മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾക്ക് ഡിമാൻഡ് വെച്ച് ഒരു നിസ്കരിക്കും, അതോടുകൂടെ തന്നെ അവർ സക്കാത്ത് കൊടുക്കും, അവര് നല്ല താഴ്മയുള്ളവർ, അതിലേക്കും കൂടി അറിയിക്കാണ് അവർ റുക്കൂ ചെയ്യുന്നവരാണ്. ഇവിടെ അള്ളാഹും അവന്റെ റസൂലും മുഅ്മിനീങ്ങളും നമുക്ക് രക്ഷാകർത്താക്കളാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹ് രക്ഷാകർത്താവാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ റസൂലിനെ കൂടി അള്ളാഹു തആല കൂട്ടി പറയും. ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ നിന്ന് ഒരാള് മുഅ്മിനാകണമെങ്കിൽ അവന്റെ ദേഹേച്ഛ ഞാൻ എന്ത് കൊണ്ടുവന്നോ അതിനെ പിന്തുടരണം, എന്നാലേ ഒരാളുടെ ഈമാൻ പൂർത്തിയാവും. ഒരു ഹദീസിൽ അങ്ങനെ പറയുന്നു. വേറെ ഹദീസിൽ പറയുന്നില്ല, യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വന്തം ശരീരം, നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, സമ്പത്ത് എല്ലാറ്റിനേക്കാളും എന്നോട് ഇഷ്ടം വേണം, എന്നാലേ നിങ്ങൾ ഈമാൻ പൂർണ്ണമാകുള്ളൂ. ഇതൊക്കെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അള്ളാഹു നിങ്ങളെ രക്ഷാകർത്താവാണ്, റസൂലും നിങ്ങളുടെ രക്ഷാകർത്താവാണെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? റസൂലിനെ നമുക്ക് ഒരു രക്ഷാകർത്താവാക്കാനാണ്. അത് അള്ളാഹിനെ പോലല്ല, വ്യത്യാസമുണ്ട്. മാത്രമല്ല വേറൊരു ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ദേഹത്തെക്കാൾ ബന്ധപ്പെട്ടത് അള്ളാഹിന്റെ തിരുദൂതരാണ് എന്ന് അഹ്സാബ് സൂറത്തിലും പറയുന്നു. ഇതൊക്കെ കാണതിന്റെ വിശദീകരണത്തിൽ കാണുക. ഇനി മുഅ്മിനീങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളാണ്. അപ്പോ നിങ്ങൾ സ്വകാര്യം പറയേണ്ടതും നിങ്ങൾ ആത്മബന്ധം പുലർത്തേണ്ടതും ആരോടൊക്കെയാണ്? അള്ളാഹിനോടും അള്ളാഹിന്റെ തിരുദൂതരോടും മുഅ്മിനീങ്ങൾ പരസ്പരവും. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഗുജറാത്ത് സൂറത്തിൽ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികള് സഹോദരങ്ങളാണ്. അത് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ തന്നെയാണ് അങ്ങനെ പറയുന്നത്. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന് ഇഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ ഏകോദര സഹോദരങ്ങൾ എന്നാണ്. അത് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല ഒരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഒരാള് തന്റെ സ്വന്തത്തിന് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം, തന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. ഒരാൾ സ്വന്തം ശരീരത്തോട് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ നല്ലൊരു ഫുഡൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നുണ്ടെങ്കിൽ ആരോടും പറ്റും, പറ്റില്ല എന്നുണ്ടെങ്കിൽ ആരോടും പറ്റില്ല. ഏതുപോലെ വെച്ചാൽ ഇയ്യാക്കനാണ് ബോധം, നിനക്ക് മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാല് അവിടെ ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു വ്യത്യാസമില്ല, ആർക്കും ആരാധിക്കാൻ പാടില്ല. അപ്പൊ ആരാധനാ രൂപത്തിലുള്ള ചോദ്യം ആരോട് പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ പിന്നെ ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കാം. അത് ഇയ്യാക്കൻ നസ്തഈൻ എന്നതിനോട് എതിരല്ല. അവിടെ വെള്ളിയാഴ്ച ഉസ്താദ് ചോദിക്കുന്നത് ആളെ പറയാം, ഇന്ന സ്ഥലത്ത് നിന്ന് പുത്തനങ്ങാടി നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അയാള് ചെറിയൊരു സഹായം ചോദിച്ചു വന്നതാണ്, ചികിത്സയാണ് വിഷയം, മഹല്ല് കമ്മിറ്റിന്റെ എഴുത്തുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇയ്യാക്കൻ നസ്തഈൻ എന്നതിനോട് എതിരാവൂല. കാരണം അയാള് ആദ്യം ഉസ്താദിനോട് സഹായം തേടി, ഉസ്താദ് നാട്ടിനോട് കേടാണ്. ഇതൊക്കെ പരസ്പരം നടക്കുന്ന കാര്യമാണ്. അവിടെ ഒന്നും വിശ്വാസത്തെ ബാധിക്കുന്നില്ല. പിന്നെ നമ്മള് യാ ഗൗസു യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ മാത്രം പുറത്തുപോയി എന്ന് പറയേണ്ടത് ശരിയല്ല.
കാരണം അവിടെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ചോട്ടാ ദൈവമാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആർക്കും വിശ്വാസമല്ല, വിശ്വാസം ഉണ്ടാകാനും പാടില്ല. അത്രയുള്ള അതിന്റെ കാര്യം. ബദരീങ്ങളെന്ന് നമ്മൾ പറയല്ലോ, ചില പറയും ബദരീങ്ങളെന്ന് വിളിച്ചാൽ 1000 വട്ടം കാഫിറാവുന്നൊക്കെ പറയും. നമ്മളാണെങ്കിൽ എപ്പോഴും ബദരീങ്ങളെ വിളിക്കും ചോദിച്ചു. എന്നിട്ട് പിന്നെ ആ കാഫിറാവെന്ന് പറയേണ്ട ആൾ നമ്മളോട് വന്നാണ്ട് അസ്സലാമു അലൈക്കും എന്തൊക്കെ വർത്താനം, കുട്ടീനെ കെട്ടിക്കോ നിങ്ങൾ, ആ കുട്ടീനെ നമ്മളെ കുട്ടീനെ ഓൻ കെട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണ്, അയാളെ വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ പറയേണ്ടിയിൽ ഒരു ആത്മാർത്ഥമൊന്നുമില്ല, വെറുതെ അങ്ങനെ പറയാ കോതൊക്കെ ഒരു പാട്ട് എന്നുള്ള ആൾക്ക് പറയാന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ പറയേണ്ടിയിൽ ഉറച്ചിക്കാൻ കഴിയണം. ഉണ്ടല്ലോ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ മാതാ അമൃതാനന്ദമായി ദേവി ദൈവമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കൂലല്ലോ, സംശയമില്ലല്ലോ ആ വിഷയത്തില്. അതേമാതിരി എന്താ അതിനെ കാണാത്ത അവർക്ക് വെറുതെ ഇങ്ങനെ പറയണം, അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ളത് പറയുന്നവർക്ക് തന്നെ അറിയാം അന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ ഇന്നമാ വലിയുക്കുമുള്ള എന്നുള്ള ആയത്തിന്റെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോ മാഇദ സൂറത്തിലെ ഈ ആയത്ത് 55-ാമത്തെ ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതാ അന്നല്ലാതെ ആരോട് സഹായം തേടാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് ചോദിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ മാഇദ സൂറത്ത് ഞങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൽ ഇങ്ങനെ പറയണ്ടല്ലോ 55-ാമത്തെ ആയത്തിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അതില് വലിയന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ, സഹായി എന്നും അർത്ഥമുണ്ടല്ലോ. അപ്പൊ റസൂൽ നിങ്ങളെ സഹായിയാണ്, മുഅ്മിനീങ്ങളും പരസ്പരം സഹായികളാണെന്ന് പറഞ്ഞ ചോദിച്ചോടി തന്നെ അർത്ഥം. അപ്പൊ അതിന് ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ നമ്മൾ പരസ്പരം നല്ല പ്രത്യേകമായൊരു ബന്ധം വേണമെന്നും കൂടിയും ഈ ആയത്തറിയിക്കുകയാണ്. ഇനി നോക്കൂ, വമയ്യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനോടും മുഅ്മിനീങ്ങളോടും ബന്ധം പുലർത്തിയാൽ, അവരെ രക്ഷാകർത്താക്കളാക്കിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ സൈന്യം അവരെന്നെയാണ് ഏറ്റവും മികച്ചവര്. അള്ളാഹിന്റെ സൈന്യമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അള്ളാഹുവിനെയും അവന്റെ തിരുദൂതരെയും മുഅ്മിനീങ്ങളെയും രക്ഷാകർത്താക്കളാക്കിയാൽ മതി. അപ്പൊ അള്ളാഹിന്റെ സൈന്യം മികച്ചെന്ന് പറഞ്ഞാല് നമ്മൾ പരസ്പരം തന്നെ സൈന്യമാണ്. അതിന്റെ പുറമെ അള്ളാഹുവിനിക്ക് മലായിക്കത്ത് പറഞ്ഞൊരു സൈന്യമുണ്ട്. അത് വല്ലാത്തൊരു ആർമിയാണ്. ഓരോ രാജ്യത്തിനും ഉണ്ടാവുമല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ മലക്കുകളെ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തോണ്ടാ. അത് ഓരോ ആവശ്യം വരുമ്പോ പോലിറങ്ങും, കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ മോമിനീങ്ങള് പരസ്പരം അതുപോലെ നമുക്ക് അള്ളിയും റസൂലും മോമിനീങ്ങളും. അതിനർത്ഥം വേറെ മറ്റുള്ളവരൊക്കെ നമ്മൾ അങ്ങനെ കാണണമെന്നല്ല കേട്ടോ. അതൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. പരസ്പരമുള്ള ആ സ്നേഹവും ബന്ധവും അത് ഈമാന്, അതില് സഹോദരങ്ങളാണ്. അതിൽ പ്രത്യേകം നമുക്ക് വലിയ സ്ഥാനമുണ്ട്, അത് അറിയിക്കുക. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കിയ, പരിഹാസ്യമാക്കിയ ഒരു കൂട്ടരെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ നിങ്ങൾ പിന്നെ മിത്രങ്ങളാക്കരുത്. ശേഷം വരേണ്ട ഔലിയാ അങ്ങോട്ട് ബന്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബാ. നിങ്ങളെ മതത്തെ കളിയും വിനോദവുമാക്കിയ ഒരു കൂട്ടരങ്ങളാക്കരുത്. ഏതാണ് ആ കൂട്ടര്? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും. നിങ്ങളെ മുമ്പ് വേദം നൽകപ്പെട്ടവരാണ്. അപ്പൊ യഹൂദി നസാറാക്കൾ എന്ന് പോലെ നമ്മളെ വല്ലാതെ കളിയാക്കുമായിരുന്നു. അങ്ങനെ വൽ കുഫാറ, അതുപോലെ സത്യനിഷേധികളും മക്കത്തെ കുഫാറും ഔലിയാ, അവരെ നിങ്ങൾ ഒരിക്കലും ആത്മമിത്രങ്ങളാക്കരുത്. എന്താ? ശത്രുക്കളോട് വല്ലാതെ സ്വകാര്യം പറയാൻ പോകരുത് എന്നാണ്. ഓലെ അവരായിട്ട് തന്നെ കാണണം. അതിന്റെ അർത്ഥം നമ്മള് ഓലെ കണ്ടാല് മുഖം വീർപ്പിക്കണമെന്നോ അതൊന്നുമല്ല. ഇപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോ ചിലപ്പോ നമ്മളെ കഠിന ശത്രുക്കളുണ്ടാവും. പോലെ നമ്മളോട് ശരിക്കും വർത്തമാനം പറയും.
വോട്ട് പിടിക്കാനൊക്കെ വരും ചിലപ്പോൾ. നമ്മുടെ രക്ഷകന്മാരുടെ റോളിലൊക്കെ എന്ത് ചെയ്തും വന്നിട്ട് വോട്ടൊക്കെ ചോദിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവരോട് പറയാൻ പാടില്ല, അവരോട് പറയാൻ പാടില്ല. എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ, എല്ലാം എല്ലാവരോടും പറയാൻ പറ്റില്ല. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ആദർശത്തിൽ നിന്ന് നിങ്ങളെ താഴേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പഴപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കും. അങ്ങനെ ഓൽക്ക് നിങ്ങൾ കീഴൊതുങ്ങിയെന്ന് കണ്ടാൽ പിന്നെ അവരെ കൈകളും അതുപോലെ തന്നെ അവരെ നാവും നിങ്ങൾക്കെതിരെ തിരിയിട്ടോന്ന് ഖുർആൻ പറയുന്നു. ഒരു നല്ലോണം കൊതിക്കും നമ്മൾ കീഴടക്കാൻ വേണ്ടിയിട്ട്, അതിന് നല്ല വാക്കുകളൊക്കെ പറയും. കീഴടങ്ങിയെന്ന് കണ്ടാല് പിന്നെ ഓല കൈകൾ നമുക്കെതിരെ, ഓല പിന്നെ നാവ് നമുക്കെതിരെ, എല്ലാം നമുക്കെതിരെ കാണും. അതിന് നമുക്ക് ഒരു യഖീന് വേണം. അതിന് ഖുർആനിൽ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കി ഓതണ്ടായിട്ട്, വത്തീനി സൂറത്താണ്. ഈ വത്തീനി സൂറത്ത് ഹദീസിലുണ്ട്. നമ്മൾ പതിവാക്കി ഓതിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹു നൽകുന്ന, ഒന്ന് ആഫിയത്ത്, മറ്റൊന്ന് യഖീൻ. വത്തീൻ ആഫിയത്ത് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യ അടക്കം സാമ്പത്തിക സുഭിക്ഷത അടക്കമാണ് ആഫിയത്ത്. ശാരീരികമായിട്ട് മാത്രമല്ല, ഇവിടെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് അള്ളാഹു തരാന് ഒന്ന്, പ്രത്യേകിച്ച് ആരോഗ്യം തന്നെ. രണ്ടാമത്തത് യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ഒരു ഏതൊരു കാര്യത്തിലും നമുക്ക് നമ്മുടെ ഈമാന് അത് ഇനി എന്തൊക്കെ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ തല കുത്തി മറിഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ നോക്കിയാലും ഇതൊന്നും പെടാതെ ആ വീട്ടൊരു കളി ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ സൂറത്തിൽ പറയേണ്ട ഒരു വിഷയം തന്നെ എന്താ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യവർഗത്തെ നാം ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു, പിന്നെ അവരെ നാം അധമന്മാരിൽ അധമനാക്കിയതാണ്. അതിന്റെ ഒരർത്ഥം എന്താ നിങ്ങൾ, മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം കൊടുത്തു, എല്ലാ നിലക്കും നല്ല റാഹത്തായ അവസ്ഥ. അങ്ങനെ പിന്നെ നല്ല ആരോഗ്യം, പക്ഷേ വയസ്സിങ്ങനെ ആകുന്തോറും അത് ക്ഷയിക്കും. അവസാനം ഒരാൾക്ക് ദീർഘായുസ് നാം നൽകിയാല് സൃഷ്ടിപ്പില് വിപരീതാവസ്ഥ നൽകുന്ന. ആദ്യം നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ബുദ്ധിയില്ലാത്തോണ്ട് നമ്മള് ചിലപ്പോ കിടക്കില് മൂത്രമൊഴിക്കും, പിന്നെ ഇങ്ങനെ വാർദ്ധക്യം വല്ലാതെ തന്ന ഇതും തിരിച്ചിടും. നുനക്കി സൂഫിൽ അതന്നെയാണ് ഇവിടെയും പറയുന്നത്. സുമറദനാഹു അസ്ഫല സാഫിലീൻ. പിന്നെ പറ്റനടി പോയി. നല്ല കളിയൊക്കെ പഠിച്ച ആളാണ്. ഒരു കാലത്തുണ്ടല്ലോ അള്ളാഹ് ജഗ ജില്ലയിലും ഭയങ്കര സംഭവനും 50 ആള് വന്നാലും നിന്നതല്ലോ, അമ്മാതിരി ആരോഗ്യം. ഇപ്പൊ ഇല്ലാത്ത അസുഖമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എല്ലാരെയും അവസ്ഥ തന്നെയാണ്. ഒരു സമയത്തൊക്കെ നടക്കുള്ളൂ, പറ്റനടി പോയി. ഇതാണ് ഒരർത്ഥം കേട്ടോ. അതാണ് പിന്നെ പറയുന്നത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. സാരല്ല, നല്ല ഈമാനും അമലു സ്വാലിഹാത്തൊക്കെ നല്ല സമയത്ത്, ഈമാൻ എല്ലാ സമയത്തും വേണം, അമലു സ്വാലിഹാത്ത് എല്ലാ സമയത്തും ഒരുപോലെ ചെയ്താൽ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ പറ്റ അടി പോയാലും അള്ളാഹു തല മുറിയാതെ കൊടുക്കുവാൻ നല്ല കാലത്ത് ചെയ്തതിൻ്റെ അതേ ചെയ്തു. ഇതാണ് ഒരർത്ഥം. അപ്പൊ ഈ സൂറത്ത് നമ്മൾ ഓതുക വഴി ആഫിയത്ത്, ആഫിയത്ത് അവിടെ വിഷയമല്ല. അപ്പൊ ആരോഗ്യം കാര്യങ്ങളും പഠിച്ചോൻ തരാന് ആ ഒരു നീയത്തിൽ നമ്മൾ ഈ സൂറത്താണ് ഒത്തീനി. ഞാൻ ഇതിന്റെ വേറെ അർത്ഥം എന്താ അറിയോ, മനുഷ്യരെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാല് അല്ലാഹു തആല ഹിദായത്ത് മനസ്സിലാക്കാനുള്ള പാകത കൊടുത്തു. ഹിദായത്ത് അങ്ങനെ നല്ല അള്ളാഹു ഏകനാണെന്നൊക്കെ മനസ്സിലാക്കാൻ, പക്ഷേ ആള് വഴിതെറ്റി. അപ്പോ സുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ, ആളാകെ അടി പോയി പറഞ്ഞാല് ആദ്യത്തെ വാർദ്ധക്യല്ല, പിന്നെ ആള് പഴച്ചു പോയി. അപ്പൊ ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് ആ പഴക്കലില്ലാതെ യഖീന് കിട്ടണം, ദൃഢത വേണം, നല്ല ഉറപ്പ് വേണം. അങ്ങനത്തെ ചെറിയ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി അപ്പൊ നമുക്ക് നാളേക്ക് വലിയ ഉപകാരമാണത്. രണ്ടും ആയല്ല,
ദുന്യാവുമായി ആഫിയത്തോടു കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പരസഹായം തേടേണ്ട അവസ്ഥ വന്ന ബുദ്ധിമുട്ടല്ലേ. നമ്മളെ ക്ലാസ്സിന് വരേണ്ട ഒരു എക്സ് പോലീസുകാരൻ, ഇവർക്ക് സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്ത്. അപ്പോൾ മകനെ വിളിച്ചു, രണ്ടാളെ ചോദിക്കണ്ട, ഒന്ന് നിങ്ങളെയാണ് എപ്പോഴും ചോദിക്കേണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഉടനെ അവിടെ പോയി. ഒരു ഭയങ്കര വിഷമത്തിലാണ്. കാരണം നല്ലോണം നടന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ഭാഗം ഒന്നായിക്കണ്ട് പോയിക്കാണ്. എന്താ നമ്മളെ അവസ്ഥ അല്ലേ? ഞാൻ വെള്ളിയാഴ്ച മേലെ ഇതൊക്കെ നോക്കാനും മൂപ്പരെ ഏൽപ്പിച്ചില്ല. പിന്നെ കുറച്ച് ഒരു പഴയ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ആ ഒരു ചിട്ടിയും ആ ഒരു ഗഡുസൊക്കെ കാട്ടാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വെള്ളിയാഴ്ചയായിട്ട് മൂപ്പര് 2 വെള്ളിയാഴ്ചയായിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ ചുരുക്കം പറയാം, സമാധാനിപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെ ബേജാറായാലോ എന്നൊക്കെ പറഞ്ഞു. സംഭവം നിരാശയാണ്, സ്വാഭാവികമാണ്. കാരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് നടക്കുന്നതിന് പെട്ടെന്ന് നമ്മൾ കിടന്നാൽ കിടക്ക മാത്രമല്ലല്ലോ ഇപ്പോൾ എല്ലാ കാര്യത്തിനും പരസഹായം തേടണ്ടേ. അപ്പൊ നമ്മൾ ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓർക്കുകയും മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അങ്ങനെയുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. വേഗം ചികിത്സയാണ് ഈ സ്ട്രോക്ക് വന്നാല്. വൈകരുത്, കാത്തിക്കരുത്. അതൊന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രഷറിന് ഗുളികയൊക്കെ കുടിക്കേണ്ടവര് ഒഴിവാക്കരുതേ, എല്ലാം ശ്രദ്ധിക്കണം. ഡോക്ടറെ നിർദ്ദേശമല്ല, ചെറിയ ഗുളിക കാരണം. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് സ്വീപ്പുണ്ടാക്കും. കാരണം ചെറുതാണെങ്കിൽ അങ്ങനെ വല്ലതും തോന്നണേ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിൽ വെള്ളം കൊപ്പളിച്ച് നോക്കിയാണ്. സ്ട്രോക്ക് വരികയാണെങ്കിൽ നേരെ കൂല, ഫുള്ള് വെള്ളം കിട്ടൂല നമുക്ക് വായിൽ, ചുണ്ട് കോടിയിട്ടുണ്ടാവും. 2 കൈയും അങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. ഒരു ഭാഗം തളർച്ച വരുന്നുണ്ടോ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ 2 കൈ ഒരേപോലെ തുലാസിന്റെ അത് വെച്ചമായിരിക്കും ഇങ്ങനെ നോക്കി. നിങ്ങൾക്ക് വലതു ഭാഗത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൈ നിങ്ങൾ ഭാഗത്തണ്ട ഉണ്ടാവും. അത് മനസ്സിലാക്കാം. ചെറിയൊരു പ്രശ്നം, ബേജാറാനൊന്നുമില്ല. അതിനുള്ള ചികിത്സ വേഗം കിട്ടിയാൽ മതി, വൈകാൻ പാടില്ല. ഭയം മറക്കല്ലോ. സൗകര്യങ്ങൾ ഏത് വിഷയമാണെങ്കിലും പിന്നെ ചിലതൊന്നും നമുക്ക് കാണാൻ കഴിയൂല. വയറുവേദനയായിട്ട് ഒരാൾ പോയപ്പോൾ ഡോക്ടർ പറയണത്ര ഇയാളെ പള്ളൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇതെങ്ങനെ ജീവിക്കേണ്ട അറിയില്ല, പെട്ടെന്ന് മരിച്ചു. ബേജാറാണ്ട, ഞാൻ പറയാം, ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മള് എന്താ ചെയ്യാ? ഇതൊക്കെ ഈ സൂറത്തൊക്കെ നമ്മൾ നല്ലോണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. എന്നിട്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക എന്നുള്ളതാണ്. ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഈ ദുനിയാവിലെ യാത്ര അറിയേണ്ടത്. അത് ഏത് സമയത്ത് ആർക്കും എന്തോ സംഭവിക്കാം. ഇപ്പം ഇന്നലെ കണ്ടില്ല നിങ്ങൾ, ആഘോഷത്തിനിടെ പടക്കം പൊട്ടിയിട്ടാണ് ചെറുപ്പക്കാരൻ മരിച്ചത്. കൊണ്ടുപറ്റി വിജയാഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ പടക്കം പിന്നെ സ്കൂട്ടറിൽ വെച്ചത് തീപരി പാറി ഒന്നായിട്ട് പൊട്ടി. ആന്തരിക അവയവങ്ങൾ വരെ പുറത്തേക്ക് വന്നു. ഇതിന് തീവ്രത. കുട്ടികളോടൊക്കെ ശ്രദ്ധിക്കാൻ പറയണേ. പുടുത്തം വിടും നമ്മളെ കുട്ടികളോടൊക്കെ പറയണ്ടാണ്. 2 ആൾക്ക് പുടുത്തം വിടരുത്, ഒന്ന് തെറി അറിയരുത്. ഈ ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ നമ്മൾ വ്യക്തിബന്ധങ്ങൾ തകരുന്ന രൂപത്തിൽ ആകരുത്. കുറച്ചൊക്കെ ഉണ്ടാവും ആഘോഷമൊക്കെ ആകുമ്പോൾ. അത് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ അങ്ങനെ ഉണ്ടല്ലോ, എതിരാളികൾ കുറച്ചൊക്കെ വിളിച്ചാക്കൂലല്ലോ എന്നുള്ള ധാരണ ഉണ്ടാവും. എന്നാലും പറ്റ ഓവറാകരുത്. പിന്നെ അതുപോലെയാണ് ഈ കരിമരുന്ന് പ്രയോഗം. ഒരാളിപ്പം പാളിയാൽ അത് മഹാനഷ്ടാവും, പോയിൽക്കണം പോകും. അപ്പൊ ഓരോരുത്തർക്ക് എങ്ങനെയാണ് അള്ളാഹു താല കണക്കാക്കിയെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു താല അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ഇനി നോക്കൂ, ഇനി അപ്പൊ ആ സൂറത്ത് വത്തീനി സൂറത്താണ് ഞാൻ പറഞ്ഞേട്ടോ. വത്തീനി വസ്സൈത്തൂൻ എന്നുള്ള ആ സൂറത്ത്. ഇനി അത് മാത്രമല്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കണം. ഈ അത്തിപ്പാടും ഒലീവൊക്കെയുള്ള പേര് പറയണ്ടല്ലേ. ഇന്നിപ്പോ പിന്നെ ആധുനിക വൈദ്യശാസ്ത്രം വരെ, അലോപ്പതിയിലെ വലിയ വലിയ ഡോക്ടർമാര് വരെ നമ്മൾ ആ സൂറത്തിൽ പറഞ്ഞ അത്തിപ്പാടും ഇതൊക്കെ സത്യം ചെയ്ത് പറയുമ്പോൾ എന്താ ഫൈലൊക്കെയാന്ന് ചോദിച്ചിരുന്നു. ഇപ്പോ ഈ സ്ട്രോക്കിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, 40% വരെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാധനമാണ് ഒലീവ് ഓയിൽ. അതായത് നമ്മളെ രക്തക്കുഴലുകളെ അത് വല്ലാതെ ശുദ്ധീകരിക്കും. നമ്മൾ ഈ ഒലീവിന്റെ ഇത് എന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആദ്യം കൊടുത്തിരുന്നു, ഒരു പച്ചാട്ടിന് അല്ലേ, അതാണ് ഒലീവ്. അതിന്റെ ആ എണ്ണ വളരെ പ്രധാനമാണ്. അത് ഒരു ടേബിൾ സ്പൂണ് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാല് ആധുനിക വൈദ്യശാസ്ത്രം പറയാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ പറയാം. വലിയ നേട്ടം.
നമ്മുടെ രക്തക്കുഴലുകളെ നന്നാക്കുന്നു മാത്രമല്ല, നമ്മുടെ മെമ്മറിക്ക് വരെ പവർ കൂട്ടാൻ. അതാണ് അറബികൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പ്രകൃതിയിൽ പഠിച്ചോ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്. പിന്നെ അത് ഈ സാധനം നമ്മളവിടെ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്. വത്തീ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഈസാ നബിയിലേക്കും, വസ്സൈത്തൂ എന്ന് പറഞ്ഞാൽ ഈ വത്തീനും സൈത്തൂനും ഈസാ നബിയിലേക്കും, വത്തൂരി സീനിയും അത് മൂസാ നബിയിലേക്കും, വഹാദൽ വലദിൽ അമീൻ മുഹമ്മദ് നബിയിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആ പറയപ്പെട്ട ഏറ്റവും നല്ല അത്തിപ്പഴം അത് ഫലസ്തീന്റെ ഭാഗത്താണ്. അത്തി ഒലിവും ഒക്കെ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് അവിടെ അത് രണ്ടും ഈസാ നബിയുടെ ജന്മസ്ഥലത്തേക്കും, സീനാ പർവ്വതം മൂസാ നബിയുടെ താവളത്തിലേക്കും, വഹാദൽ വലദിൽ അമീൻ മക്കയാണ്, അത് മുത്തുനബിയിലേക്കും അറിയിക്കുക. അങ്ങനെ സത്യം ചെയ്താണ് അത് പറയുന്നത്. അതിലാണ് ഈ ആഫിയത്തും കാര്യങ്ങളൊക്കെ വരുന്ന വിഷയം ഉണ്ടായതുകൊണ്ടാണ് അത് നല്ലോണം ഓതാൻ കൽപ്പിക്കപ്പെട്ടത്. ഞാനത് ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ഇനി അടുത്ത ആയത്ത് നോക്കും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് നിങ്ങളെ മുമ്പ് ഉള്ള വേദം നൽകപ്പെട്ട വേദക്കാരും സത്യനിഷേധികളും അവര് നിങ്ങളെ മതത്തെ വെറും പരിഹാസ്യപാത്രമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മിത്രങ്ങളാക്കരുത്. നമുക്ക് മറ്റുള്ള മതസ്ഥരൊക്കെ മിത്രങ്ങളാക്കാം, അതും ഖുർആൻ പറയുന്നുണ്ട് അൽ മുംതഹന സൂറത്തിൽ. പക്ഷെ അവരാരാണ്? നമ്മൾ വേക്കിട്ട് കയറാൻ വരാത്ത. ഇപ്പം നമ്മുടെ രാജ്യത്തൊക്കെ അങ്ങനെയല്ലേ, രാജ്യത്തുള്ള ആളുകളൊക്കെ മുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മളോട് നല്ല മമതയും സ്നേഹത്തിലും കഴിയുന്നവരാണ്. പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. ഓലെ കണ്ടറിയണം. നമ്മളെ പല നിലക്കും പ്രയാസപ്പെടുത്തുന്നവര് അങ്ങനെയുള്ളവരോടാണ് അവരാണ് ഈ പറയുന്നത് മതത്തെ കളിയാക്കുന്നവർ. ഇന്നൊന്നും ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ ആളുകളാണ് അതിനായിട്ട് യൂട്യൂബിൽ ഒരു ഇത് തുടങ്ങിയിട്ട്, ചാനൽ തുടങ്ങിയിട്ട്. സത്യത്തിൽ ഓരോ ഉപജീവനത്തിൻ്റെ ഒരു വഴിയാണ്. കാരണം ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കുക, പ്രവാചകരെ കളിയാക്കുക, അതിന് പറ്റിയ തമ്പുരയിനൊക്കെ കൊടുത്താലേ വളരെ മോശം രൂപത്തിൽ. അപ്പോൾ അതിന് കമൻ്റ് ഇടാനും അതിൽ ആനന്ദം കണ്ടെത്താനും കുറേ ശത്രുക്കളുണ്ട്. 1000 ആൾക്കാരോ 2000 ആൾക്കാരൊക്കെ ലൈക്ക് ഇട്ടാൽ, അത് കമൻ്റ് ഇട്ടാൽ അതിൻ്റെ അനുസരിച്ചുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൽ കയറിയാണ്ട് തെറി പറയണ്ട, അങ്ങനെ പറഞ്ഞോട്ടെ. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അവഗണിച്ചാൽ മതി. തീരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതിനങ്ങനെ പോയിക്കോളും. ഈ കളിയാക്കുന്നൊക്കെ ഓൽക്കന്നെ തിരിച്ചടിക്കണം. ഹാദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി നേരത്തെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ കുട്ടിന്റെ അമ്മ മരിച്ചു എന്നിട്ടും കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നാരാ? ഇസ്ലാമിന് രാജിവെച്ചും ഉമ്മാനെയും വാപ്പാനെയൊക്കെ തള്ളി പറഞ്ഞു പോയ ഒരുത്തൻ. ഓനവിടെ സ്വന്തം അമ്മനെ ബഹുമാനിച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനല്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. കാരണം സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ അള്ളാഹു തആല വ്യക്തമാക്കി പറഞ്ഞാണ്, ഉമ്മ മറുഭാഗത്ത് നിന്ന് കച്ചറുണ്ടാക്കിയപ്പോഴും ഉമ്മക്ക് നന്മ ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞത്. മാതാപിതാക്കളാണ്. ഒരു ഏത് മതത്തിലും അള്ളാഹുവിന്റെ കഠിന വിരോധികളാണെങ്കിൽ പോലും നിങ്ങൾ മാതാപിതാക്കളായി കണ്ടോളൂ, അവർക്ക് നന്മ ചെയ്തോളൂ. ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണ്ട, അത്രേ പറയുന്നുള്ളൂ. എന്നിട്ടും നമ്മളെ ചില ആൾക്കാർ കളിയാക്കാണ്, നമ്മളിങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുന്നത് അത് നമ്മൾ നല്ല മാമ്പഴമുള്ള മാവിലേക്ക് സ്കൂൾ കുട്ടികൾ കല്ലെറിയും പോലെയാണ്. വെറൊരു മൂച്ചിമൊക്കെ ആരും അറിയില്ലല്ലോ. മാമ്പഴം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എറിയും. എന്നതുപോലെ കഴമ്പ് നമ്മളെടുത്താണുള്ളത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അടി വരും, ഏറി വരും. ഉണങ്ങി കിടക്കുന്നവർക്കെന്താ, ആദർശമില്ലാത്തവർക്കെന്താ, അവർക്ക് ഏറി വരൂല. അതുകൊണ്ടാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. എന്നിട്ട് അവസാനം അല്ലാഹു പറയാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ അടുത്ത ആയത്തിൽ വേറെ വിഷയമാണ്. അപ്പോൾ ഈ 3 ആയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലാഹുവിനെ വലിയാക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ മുഅ്മിനീങ്ങളെ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഇപ്പൊ നമ്മളിപ്പോ സഹായമൊക്കെ എല്ലാ നിലക്കും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നല്ലോ. എന്നാൽ അള്ളാഹ് പറയാണ്, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്.
ഏതുപോലെ വെച്ചാല് നിങ്ങൾ അള്ളാഹ്ക്ക് കടം കൊടുത്താല് ഖർളൻ ഹസന എന്ന് പറയണ്ടല്ലോ, അള്ളാഹ്ക്ക് നല്ല രൂപത്തില് കടം കൊടുക്കാൻ ആരാളുള്ളത് എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. എന്നാ അള്ളാഹു തആല ഇരട്ടി തരും. സാധാരണ നമ്മള് കടം കൊടുത്താല് ഇരട്ടി വാങ്ങരുത്, അപ്പൊ പലിശയാവും. എന്നാ അള്ളാഹ്ക്ക് കടം കൊടുത്താല് ഓനെ ഇരട്ടി തരും. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ദൈവം പറ്റ സാധുവാണ്, ദരിദ്രനാണ്, ഇപ്പൊ കടക്ക് ചോദിക്കുന്നുണ്ട്. ഓൽക്ക് മനസ്സിലാകാത്തോണ്ടാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അത് കടം പോലെയാണ്, ഒരുപാട് ഇരട്ടി പ്രതിഫലം തരുന്നുണ്ട് എന്നാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുത്താൽ അതിന് കൂലി ഉണ്ടാവും എന്ന് അറിയിക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നതുപോലെയാണ് നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹിനെ സഹായിക്കാൻ എന്താ? നമ്മൾ അള്ളാഹുവിന്റെ ശരീഅത്ത് എങ്ങനെയാണോ പറഞ്ഞത് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, അള്ളാഹിന്റെ ശരീഅത്ത് പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. ഇപ്പോൾ ഈ ആഴ്ച ഒരാള് വിളിച്ചു ചോദിച്ചു, ആദ്യം എനിക്ക് മനസ്സിലായിക്കട്ടെ എന്താ ഈ ചോദിക്കേണ്ടത് ഉസ്താദെ, പിന്നെ കല്യാണപ്പോ ഇന്ന ദിവസമാണല്ലോ, ളുഹ്റും അസ്റും കുഴപ്പമുണ്ടാവില്ല, മഗ്‌രിബിന് ഇപ്പൊ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ട്. എനിക്കിത് എത്ര പറഞ്ഞു മനസ്സിലായില്ല, നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞത് ചോദിച്ചു. അല്ലേ മകളെ പുതിയെണ്ണേ, ഇപ്പൊ കുട്ടിയാൾക്ക് ഇപ്പൊ മുഖത്തൊക്കെ കുറെ വാരി തേക്കേണ്ടി വരുമല്ലോ, മേക്കപ്പ്. അപ്പൊ ഈ ഒന്നെടുത്തുകൊണ്ട് മേക്കപ്പ് ചെയ്യാം, ലോറിസ് കേൾക്കാം, അസറ ഒന്നുകൊണ്ട് ഒപ്പിക്കാം, മഗ്‌രിബ് ആകുമ്പോത്തിന് ഇപ്പൊ എന്തായിരുന്നാലും ഇപ്പൊ ഒന്നും മുറിയല്ലോ. അപ്പൊ ഞാൻ എന്താ കാട്ടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഒന്ന് മുറിഞ്ഞാൽ ഒന്ന് കൊടുക്കണം, ഒന്ന് മുറിഞ്ഞാൽ ഒന്ന് കൊടുക്കണം. നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ, അതായത് ആർത്തവത്തിന്റെ പീരീഡിലല്ലെങ്കിൽ നിസ്കരിച്ചണം. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ ഇത് മേക്കപ്പ് ഇപ്പോ ഒഴിവാക്കാൻ വലിയ പ്രശ്നം, ജമ്മും കസൊന്നും വലിയ വകുപ്പുണ്ടാവും ചോദിച്ചു. പച്ച പാവാട്ടോ, കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായതുകൊണ്ടാട്ടോ, അറിയാൻ ചിന്തിക്കാനല്ല. ഇവര് കുട്ടിക്ക് ഒരു ലാഭം അടിക്കാൻ നോക്കുകയാണ്, ഏതെങ്കിലും ഇടങ്ങാറാക്കാതെ നിസ്കരിച്ചു വേണം, ഒരു വകുപ്പില്ല, പിന്നെ നിസ്കരിക്കാനോ വേണമെന്നാണ്. ആയിക്കോട്ടെ, എന്നാൽ കുഴപ്പമില്ല, കുഴപ്പമുണ്ടാകാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. നമ്മളവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാ, കുട്ടികളിപ്പോൾ തക്കാരത്തിന്റെ തിരക്കേ കാറില്ല. തക്കാരത്തിന്റെ തിരക്കൊന്നും അല്ലാറില്ലോ. എന്താ അത് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തിരുന്നു. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മുഖത്താകെ ഒരു പൊള്ളണ വരാൻ തുടങ്ങി. ഉള്ള കഞ്ഞിയും ചക്കീരൊട്ടിയാണ് വരക്കാൻ. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ കുറേ ഉപദേശിച്ചു, നാച്ചുറൽ സൗന്ദര്യം പോരെന്ന് ചോദിച്ചാൽ പോലെ ഇതിലൊക്കെ ഓരോ കെമിക്കൽ കൂട്ടുകയാണ്. ഇതെല്ലാ ആളുകളുടെയും ഇതിന് പറ്റൂല, അത് തൊലിക്ക് പറ്റൂല. പിന്നെ അത് ശരിയായി കിട്ടണ്ടേ, തക്കാരും വേണ്ട, ഒന്നും വേണ്ട, പൗഡർ വരെ പിന്നെ വേണ്ട, അതൊന്നും ശരിയായി കിട്ടിയാൽ മതി. പഴയ അവസ്ഥയിൽ ആളുകൾ നമ്മൾ ഈ തേപ്പൊക്കെ കഴിഞ്ഞാൽ ചട്ടകത്തിന്റെ അടയാളം കണ്ടില്ല ഞങ്ങൾ, പിന്നെ പെയിന്റിങ്ങാരാണ് ക്ലിയർ ആക്കലാണത് പുട്ടിയിട്ട് കണ്ട. എന്നമാർക്കാണ് കുട്ടികൾ വാരി തേച്ച് വാപ്പാർക്ക് തന്നെ മക്കളിട്ട് അറിയാത്ത അവസ്ഥയിലുണ്ടാവും. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആരെയിലൊക്കെ വന്ന പുതിയെണ്ണ എവിടേക്കും, ഇതാ പുതിയെണ്ണ അല്ലല്ലോ, ഇതന്നെയാണ് പുതിയെണ്ണ, മേക്കപ്പ് പോയതാ. ഇതൊരു പൊട്ടത്തരാണ് ശരിക്ക്. അതെന്താ ചെയ്യാ, ഇപ്പൊ അവിടെ അങ്ങനെയാണ് മറ്റെടുത്ത്. അതിനൊക്കെ ആൾക്കാരല്ല ഇപ്പോ, കാളുകളെ നിശ്ചയിക്കല. അതിനൊക്കെ കുറെ പൈസ കൊടുത്താലല്ല കല്യാണം ജോറാകുള്ളൂ. അതാണ് പ്രശ്നം. അതൊന്നും ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അത് നമുക്കിങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഞാൻ പറയേണ്ടത് എന്താ വെച്ചാലേ, പിന്നെ ഇന്തനുസരിച്ച് നിങ്ങൾ അള്ളാഹിനെ സഹായിച്ച ആളെ സഹായിക്കുന്നുണ്ടല്ലോ, നിസ്കാരത്തിന് അളവില്ല, ആർക്കും അളവില്ല. അത് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എങ്ങനെയും ഒരു വകുപ്പുണ്ടോ നോക്കിയതാട്ടോ. മൂപ്പരാക്കാര്യം ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ടാണ്. എന്നാ ചിലരോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല, കല്യാണല്ലേ അത് നമ്മൾ അങ്ങനെ വിടും. അപ്പൊ അള്ളാഹിനെ നമ്മൾ സഹായിക്കാൻ അതാണ്, അല്ലാതെ വേറെ നിലക്കൊന്നല്ല. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ഇത് സംബന്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി നോക്കൂ, അടുത്ത ആയത്ത്
പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതായത് സാധാരണ നമ്മളൊക്കെ പറയലുണ്ട് ഈ ബാങ്ക് എന്ന് പറയുന്നത് അത് സ്വപ്നം മുഖേന സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ് അല്ലേ? സംഗതി അങ്ങനെ തന്നെയാണ്, അതിന്റെ തുടക്കം അങ്ങനെയാണ്. എന്നാൽ തുടക്കം അങ്ങനെയാണെങ്കിലും പിന്നീട് ബാങ്ക് സംബന്ധമായി വളരെ വ്യക്തമായ നസ്സായ ഖുർആന്റെ നേർക്ക് നേരെയുള്ള ഇത് വന്നു എന്നുള്ള അതാണ് ഈ ആയത്ത്. 58-ാമത്തെ ആയത്ത്. وَإِذَا نَادَيْتُمْ إِلَى الصَّلَاةِ اتَّخَذُوهَا هُزُوًا وَلَعِبًا ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْقِلُونَ. അതായത് ഇത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ബാങ്ക് അവിടെ വരുന്നുള്ളൂ കേട്ടോ. ആയത്തിന്റെ വാക്യം തന്നെയാണ്. ഓര് നമ്മളെ വല്ലാതെ പരിഹസിക്കും എന്ന് പറഞ്ഞല്ലോ. വല്ലാതെ പരിഹസിക്കുന്ന ഒരു സമയമാണ് ഏത്? ബാങ്ക്. ഒരു ജൂതനുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോ ഇയാൾക്ക് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോ ഇയാൾക്ക് ഭയങ്കര വിഷമമാണ്. ബാക്കി അയാൾക്ക് അത്ര പ്രശ്നമില്ല. നബിയോടുള്ള ഭയങ്കര വിരോധം. കണ്ടോ ചില ആളുകളെ ആ വിരോധം ഒരുണ്ട് പുറത്ത് കാണിക്കും. അങ്ങനെ അള്ളാന്റെ തിരുദൂതരുടെ പിന്നെ ആ പേരും കണ്ട് കേൾക്കുമ്പോ ഇയാൾ പറയാത്രേ, മുഹമ്മദ് കരിഞ്ഞു പോട്ടെ ഇത് ഇടക്ക് പറയും. അങ്ങനെ ഒരു ദിവസം ഇയാളെ കുടുംബം കടന്നിറങ്ങുമ്പോ കത്തിച്ചു വെച്ച വിളക്ക് മറിഞ്ഞ് വീടിന് തീ പിടിച്ച് അയാളും ഭാര്യയും മക്കളടക്കം എന്തായി? കത്തിച്ചാമ്പലായി. ആരും ചെയ്തതല്ല. അവരെടുത്തുനിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച് ബാങ്ക് കേൾക്കുമ്പോ ഓരോ ബാങ്കിനും ഇയാള് വളരെ അസ്വസ്ഥനായിരുന്നു. മുത്തുനബിയുടെ പേര് പറയുമ്പോ അയാള് ശാപവാക്കുകൾ പറയുമായിരുന്നു. കരിഞ്ഞു പോട്ടെ. അവസാനം അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും കൊടുത്തതാണ്. മറ്റൊന്നും ബാക്കിയായില്ല. വീടാൻ തീ പിടിച്ചു. എന്റെ ഉള്ളിൽ പെട്ടുകാണ്ട് എല്ലാം കരിഞ്ഞു പോയി. ബാങ്ക് കേൾക്കുന്നത് ഓൾക്ക് തീരെ സഹിക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത്. നോക്കൂ, വഇദാ നാദൈതും ഇലസ്സലാഹ് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ, അതായത് ബാങ്ക് വിളിച്ചാൽ, ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ അതിനെ അവർ കളിയും തമാശയുമാക്കും, വല്ലാതെ പരിഹസിക്കുമായിരുന്നു. ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْقِلُونَ അത് അവര് ചിന്തിച്ച് ഗ്രഹിക്കാത്തൊരു വിഭാഗമായതുകൊണ്ടാണ്. ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ളൊരവസ്ഥ വന്നത്. ഈ ആയത്തിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ബാങ്കിനെ പറ്റിയാണ്. അതായത് ഒന്ന് ഞാൻ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരത്തിന് 5 നേരത്തെ നിസ്കാരത്തിന് എങ്ങനെ ജനങ്ങളെ വിളിക്കണം. അതായത് നിസ്കാരം നമ്മളെ മേൽ നിർബന്ധാക്കിയത് മാത്രമല്ല, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, കണിശത പാലിക്കണത് പറഞ്ഞു. അതാണ് പിന്നെ അല്ലാഹു തആല പറഞ്ഞ ഒരായത്തിൽ പറഞ്ഞല്ലോ, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറഞ്ഞത് സമയനിർണിതമാണ്. മാത്രമല്ല മുഅ്മിനീങ്ങൾക്ക് വേണ്ട 7 അടയാളങ്ങൾ പറയുന്നുണ്ട്. ഈമാനുള്ള ആളുകൾക്ക് വിജയിക്കാൻ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 7ാമത്തെ ഏതാ? വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. ആ 7ാമത്തെ കാര്യം അതാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അവരവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും. നിസ്കാരത്തിൽ ശ്രദ്ധല്ല, അതാദ്യം പറഞ്ഞു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവും. ഇതോ നിസ്കാരത്തിന്റെ മേൽ ശ്രദ്ധ എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കുക, അതിന്റെ ഷർത്തുകള്, ഫർളുകള്, സുന്നത്തുകള് അതൊക്കെ കൊണ്ടുവരാൻ നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കുകയാണ്. ഇപ്പൊ ഒരാള് ജുളൂർ നിസ്കരിച്ചു വെച്ചാൽ നിസ്കരിച്ചു എന്ന് പറയാം. എങ്ങനെ അറിയാങ്ങള്? ആദ്യത്തെ തെയ്യാത്ത് ഒഴിവാക്കി, വജ്ജത്ത് ഒഴിവാക്കി, ചെല്ലാനുള്ളതൊക്കെ ഒഴിവാക്കി, ഒക്കെ ഒരു സുജൂദിലൊന്നും ചെല്ലിയില്ല, ഒക്കെ ചെയ്തു, നിർബന്ധമുള്ള എടുത്തു, സുന്നത്ത് ഒഴിവാക്കി.
പിന്നെ ആദ്യത്തെ തെയ്യത്ത് ഒഴിവാക്കിയ സമയമല്ല, അത്രയും ലാഭിക്കാലോ എന്ന് എഴുതിയാണ് വണ്ടി വേഗം വിട്ടു, അവിടെ സ്റ്റോപ്പില്ലാതെ. എന്നാലും നിസ്കാരം അങ്ങനെ പറ്റും ഉസ്താദ് എന്ന് കരുതരുത് കേട്ടോ. അത് കരുതരുത്, ഇത് പറയാൻ പേടിയാണ്, ചില മസല നമ്മൾ പറയാൻ പാടില്ല എന്നുള്ള. ഒരു നമ്മൾ ഈ മയ്യത്ത് കുളിപ്പിക്കാൻ നീയത്ത് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഒരു മുസ്ലിം മയ്യത്ത് കുളിപ്പിച്ചാലും മയ്യത്ത് കൂടി ശരിയാവും, നീയത്ത് നിർബന്ധമില്ല. അപ്പൊ അതൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, മുസ്ലിങ്ങളൊക്കെ ഏൽപ്പിക്കും, സുഹൃത്തുക്കളൊക്കെ വരും, അപ്പൊ അതിന്റെ ഹുർമത്തൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ മസല പറയുമ്പോൾ പറയാന്നുള്ളൂ, എല്ലാം നമ്മൾ പറയാൻ പറ്റില്ല. ആദ്യത്തെ തെയ്യത്തൊന്നും ഒഴിവാക്കരുത്. അതിനും നിസ്കാരം എന്നൊക്കെ പറയും, പക്ഷേ വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്നുള്ളതിൽ പെടൂല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ഈമാനുള്ള ആൾക്കാർ വിജയിച്ചു എന്ന് പറഞ്ഞതിൽ പെടൂല. കാരണം എന്താ, അതൊക്കെ ആരും മൂല്യം ഒപ്പിക്കണം. സുന്നത്തും ഹയ്യാത്ത് സുന്നത്തും പവർ കുറഞ്ഞതും പവർ കൂടിയതും എല്ലാം എടുത്ത് അതിന്റെ ഷർത്തും ഇതൊക്കെ നോക്കി അല്ലെ, നല്ല വൃത്തിയുള്ള സ്ഥലത്താകണം, ഉറത്തൊക്കെ മറക്കണം. ഇന്ന് ഷർത്ത് നോക്കണില്ല, ചില ആൾക്കാരൊക്കെ പൊക്കളുടെ താഴത്തേക്ക് കാരണം തുണി അല്ലെങ്കിൽ ഈ ഫാൻറ് ഓല ധാരിൽ കുപ്പായം മറിഞ്ഞു കൊള്ളോന്നേക്കാറ്. കുപ്പായം മറന്നത് പറ്റും, ഫാത്തിഹ സൂറത്തിന്റെ സമയത്ത് കുഴപ്പമുണ്ടാവില്ല, അല്ലാഹു അക്ബർ. പക്ഷെ റുക്കൂൾക്ക് പോകുമ്പോ ഈ ഭാഗത്ത് കൂടി ഉള്ളു കണ്ടാൽ നിസ്കാരം ബാത്തിലാവും. കണ്ടാൽ തന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഇപ്പൊ ഇടങ്ങാറായി നോക്കൊന്നുമില്ലല്ലോ, നോക്കിയാൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കാണുന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അവൻ ബനിയൻ നല്ല ടൈറ്റ് ഉണ്ടായി എന്നാ കുഴപ്പമില്ല, ബനിയൻ നല്ല ടൈറ്റ് ഉണ്ടായാൽ മതി. അതിന് ചില ബനിയൻ പറഞ്ഞാൽ എന്നോടത്തെ ബനിയനേ കാരണം അത് അതിലാറെ ലൂസായി കാരണം ചിലര് മാറ്റൂലല്ലോ. ഞങ്ങൾക്കുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് ഒരാൾ ഉണ്ട്, ഞങ്ങൾ തന്നെ പറയും എത്ര കാലം ഓട്ടേക്കാരമ്മ അറിയാം, അത് പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണും ചോദിച്ചു, പുറത്തേക്ക് തെളിഞ്ഞ് കാണും ചെയ്യും. അപ്പോൾ അത് വലിയ ലൂസാണെങ്കിൽ അത് പറ്റൂല. അപ്പൊ നമ്മൾ അവിടത്തൊക്കെ മറച്ച് ശുദ്ധിയുള്ള സ്ഥലത്താണ്, ആ നിസ്കരിക്കേണ്ട സ്ഥലമായാൽ മതി. നമ്മൾ ആ മുസല്ലക്കേണ്ട സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് റുക്കൂഉം സുജൂദൊക്കെ ചെയ്യാൻ നമ്മളെ കൈ വെക്കണ്ടൊക്കെ തല വെക്കണ്ട ഇങ്ങനെ ആ ഒരു സ്ഥലത്തിന് അരിസുണ്ടാവാൻ. പുറത്തുണ്ടായ നമ്മളെ നിസ്കാരത്തിനെ ബാധിക്കൂല. എന്നാലും അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിസ്കാരം നിലനിർത്തണം, നിസ്കാരം നിർവഹിക്കണം. അപ്പോ ഈ സമയം വളരെ കൃത്യത പാലിക്കണം എന്ന് പറഞ്ഞപ്പോ സഹാബത്തിനെ വിളിച്ച് മീറ്റിംഗ് കൂടിയതാണ്. എങ്ങനെയാണ് തീരുമാനമായത്? ആ തീരുമാനമായില്ല, പലരും പല അഭിപ്രായം പറഞ്ഞു. ബാങ്ക് എന്നുള്ളൊരു രീതിക്ക് വന്നിട്ടില്ല, അതാണ്. അന്ന് രാത്രി 7ഓളം സഹാബിമാര് ഒരേപോലെ സ്വപ്നം കാണാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരും ഒരുപോലെ. സ്വപ്നമൊക്കെ എന്താ, ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ കൊടുത്താൽ മതി, ഉറക്കെ വിളിച്ചു പറയാ ബാങ്ക്, പിന്നെ നിസ്കരിക്കാൻ നേരത്ത് ഇഖാമത്തും. അങ്ങനെയാണ് അത് പാസ്സായത്. ഇനി പിന്നെ ഖുർആന്റെ നഫ്സ് വരെയാണ്, കൃത്യമായിട്ട് ഖുർആൻ കണിശമായിട്ട് പറയണം, നിസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അതിനെ ഒരു കളിയാക്കും, ബാങ്കാണത്. ആ വിടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ബാങ്കാണ്. ഈ ബാങ്കില് ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടോ. ഒന്നെന്താ നിങ്ങള്, ഒന്ന് ഇസ്ലാമിന്റെ ചിഹ്നത്തെ ഉയർത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒന്ന് ഇസ്ലാമിന്റെ ചിഹ്നം, അതിനെ പ്രകടമാക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആ ഷിയാറ് അറിയിക്കുകയാണ്. അതിൽ എല്ലാവർക്കും ഒരു അസൂയ ഉണ്ടല്ലോ, 5 നേരം വാങ്ങി ഏത് പള്ളി നോക്കി നിങ്ങൾ അല്ല, ആ കൃത്യസമയത്ത് നടക്കുന്നുണ്ടല്ലോ. സുബൈക്കൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില പള്ളികളിലൊക്കെ 1 മണിക്കൂറൊക്കെ മല്ലാക്കാക്ക് ചിലപ്പോൾ മാറും. അങ്ങനെയുണ്ടോ? മറ്റേ അങ്ങനെ മാറലുമില്ല. അത് മാറിയാല് അത് മാറിയതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും ചെയ്യും. അവിടെ അറവങ്കര ഉള്ള ക്ലാസ് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഉണ്ടായിരുന്നു ഒരു പിന്നെ ആര്യമാജി ഇവരുള്ളവർക്ക് വാങ്ങിക്കൊടുത്തു. അതിനോട് ചോദിച്ചാൽ ഞാൻ ഒന്ന് കൊടുക്കട്ടെ. പക്ഷെ മൂപ്പര് ഹയ്യാലസ്സലി ഹയ്യാലിൽ ഫലീം കഴിഞ്ഞാൽ പിന്നെ അശതുമൊക്കെ നിർത്തും. അങ്ങനെ അങ്ങാടിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഓഫാക്കി മൂപ്പര് 3 റൗണ്ടൊക്കെ അടിച്ചു. ലാസ്റ്റിൽ ആയില്ല നമുക്ക് എത്തൂല. അങ്ങനെ ഉണ്ടല്ലോ, മൂപ്പര് ഭയങ്കര നിഷ്കളങ്കനാണ്. അതൊന്നും സറയി കൊടുത്താണ്. അല്ല, ഇവർക്ക് ഈ ഹയ്യാൽ ഫല കഴിഞ്ഞാൽ പിന്നെ മറ്റേണ് വരുന്നില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തില്ല, പിന്നെ അശതുമൊക്കെ എത്തും. അങ്ങനെ വന്നുകൊണ്ട് എന്ത് ചെയ്തു, മൂപ്പര് മൈക്ക് ഓഫാക്കി. എത്താ ചെറിയതെന്ന് ചോദിച്ചു, എവിടേക്കായി പോക്കുന്നു. ഇവര് പിന്നെ എന്ത് ചെയ്തു, ഒരു തമാശാക്കി കൂട്ടി. പിന്നെ
നിഷ്കളങ്കമായി കൊടുത്താണ്, അതൊക്കെ ഒറ്റപ്പെട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഈ ബാങ്ക് സുബൈക്കാണ് നമ്മൾ നല്ലോണം അറിയാം, സുബൈക്ക് നെൽത്തോൽക്കറിയാം. നമ്മൾ ഈ ഏരിയയിലൊക്കെ ബാങ്ക് ഇങ്ങനെ കേൾക്കും, എവിടെ നിന്നൊക്കെ 100 കണക്കിന് പള്ളികളിൽ നിന്ന് ബാങ്ക്. ഇസ്ലാമിൻ്റെ ആ ഷിയാറിനെ ഉയർത്താണ്. അറബികളൊക്കെ ഇവിടെ വന്ന അവർക്ക് വലിയ അത്ഭുതമായി. കാരണം ഒരിങ്ങനെ പറയും മാഷാ അല്ലാഹ്, കാരണം അവിടെ ഒരു കേൾക്കേണ്ട സിസ്റ്റാണത്. ഓരോ സ്ഥലത്തും അല്ലേ, അവിടെ ഒരു അറബിക്കൊരു പള്ളി, ഇവിടെ ഒരു പള്ളി, അവിടെ ഒരു പള്ളി, മിനാരം ഇങ്ങനെ ഉണ്ടല്ലേ, രസമാണല്ലോ ബാങ്ക് ഇങ്ങനെ കേൾക്കാൻ. അപ്പൊ അത് ഇസ്ലാമിന്റെ ഒരു ഷിയാറാണ് ഒന്ന്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ തൗഹീദിനെ ഉയർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് ഏകനാണെന്ന് കൂടി പറയാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കാര്യം അള്ളാന്റെ തൗഹീദിനെ അത് ഉയർത്തുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് നിസ്കാരത്തിന്റെ വഖ്തായി എന്നുള്ള അറിയിപ്പ്. അല്ലാഹ് ബാങ്ക് കൊടുത്തൂലേ, സമയം എത്രയോ കേട്ടോ, ആ നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കുകയാണ്. മറ്റൊന്ന് ജമാഅത്തിലേക്കുള്ള വിളിയാണ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, എല്ലാവരും നിസ്കരിച്ചു പോയിട്ടോ എന്നുള്ള ഇത് കൊടുത്താൽ മതി. അങ്ങനല്ല, ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂന്നാ പറയുന്നത്, നിസ്കാരത്തിലേക്ക് വരുമോന്ന്. അപ്പൊ ആ വിളിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് വരണം ആണുങ്ങൾ, പള്ളിയിലേക്ക് പോവാൻ. അതാണ് പറയുന്നത്, അവര് വരട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബാങ്ക് എന്നുള്ള ഒരു സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. പണ്ട് ഒരാള് ഇത് പറയലുണ്ട്, പിന്നെ ഒരാളെ പറ്റിച്ചതേ, ഈ ചില ആൾക്കാർക്ക് വലിയ തമാശ ഒപ്പിക്കുമല്ലോ, രോഗം മാറിയിട്ടാണ് ഇബ്ലീസിന് പൈസ നേർച്ചാക്കി. ഇബ്ലീസിന് പൈസ നേർച്ചാക്കി, അതിൽ രോഗം മാറി. വല്ലാത്തൊരു കഷ്ടം. ഇബ്ലീസിന് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇയാൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മളെ ഇന്ന പള്ളി ഉണ്ടല്ലോ, അവിടെ ഗേറ്റിന്റെ അടുത്ത് പോയിക്കാം. അപ്പോ പിന്നെ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവിടെ ഇങ്ങനെ ഏകദേശം എത്തുമ്പോ ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരും. അതാ ഇബ്ലീസ് മൂപ്പരുടെ അടുത്ത് കൊടുത്തോണ്ട് പൈസ. അപ്പൊ ഇയാള് ഇത് കാര്യമാണ് എഴുതി അവിടെ പോയിരുന്നു. അപ്പൊ അവിടെ ഒരാളുണ്ട്, അസർക്കാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരാളുണ്ട്, ഒരു കാരണവര് മൂപ്പര് ലോറ് സ്കെച്ചാണ്ട് പോയി പെരി പോയി ചോറുന്നാ നേരെ പള്ളിയൊക്കെ തന്നെ വരും. ഓരോരുത്തർക്ക് ഇതാണ്, പള്ളിയൊക്കെ കടക്കും. അസർക്ക് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ മൂപ്പര് എഴുന്നേൽക്കും. എന്നിട്ട് മൂപ്പര് നേരെ പോയിക്കാണ്ട് പുറത്തുനിന്ന് കടിയിൽ നിന്ന് ചായ അടിച്ചുകൊണ്ടാണ് പിന്നെ ജമാഅത്തിന് അസറിന്റെ ജമാഅത്തിന് വരാം. അപ്പൊ മൂപ്പര് സ്ഥിരമായിട്ട് പോരല് ബാങ്ക് എടുത്ത് തുടങ്ങുമ്പോൾ മൂപ്പര് നയിച്ചു. ഈ പറഞ്ഞായിരിക്കണ അഷ്ഹദു എത്തിയപ്പോൾ മൂപ്പര് കയറ്റിങ് എത്തിക്കണം. ഇയാള് ചാടി പോകണം, പൈസ ചാക്കിയല്ല അറിഞ്ഞാണ്ട് എത്ര ദിവസമായി എന്ന് പറഞ്ഞാണ്ട് കെട്ടിപ്പിടിച്ചാണ്ട് അത് ഇബ്ലീസെന്ന് വിളിച്ചും ചെയ്തു. അതാ പ്രശ്നമായത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേർച്ചാക്കിയിട്ടാണ് എന്റെ രോഗം മാറിയത് പറഞ്ഞാൽ മൂപ്പരെന്നെ എത്തിക്കോളും, ഞാൻ കാര്യപ്പെട്ട ഒരാളായല്ലോ. ഇതങ്ങനല്ല. അങ്ങനെ പിന്നെ അത് പ്രശ്നമായി എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു വെച്ച ആളെ പിടിച്ചപ്പോ അയാള് പറഞ്ഞു, ബാങ്ക് കേട്ടാ പുറത്തു പോയാലും ഇബ്ലീസാണ് ഞാൻ കേട്ടിട്ടുണ്ട് വായതില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ആണല്ലോ. ചിലതിൽ വലിയ പോയിന്റ് ഉണ്ടോ? അപ്പൊ അത് സംഭവം ശരിയാണ്. ഈ പിശാചിനെ ബാങ്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. ബാങ്ക് കൊടുത്താൽ ഇബ്ലീസ് പള്ളിക്കൊന്നോടും, അത് കഴിഞ്ഞാൽ പിന്നെയും വരും. ഇഖാമത്ത് കൊടുത്താ ഓടും, പുറത്തുകോടും. ഇഖാമത്ത് കഴിഞ്ഞാൽ വരും, പിന്നെ നമ്മളെടുത്ത് വരും. നിസ്കരിക്കേണ്ട ആളെടുത്ത് ഒതുക്കൂർ കഥ അതോർക്ക് ഇതോർക്ക്. അപ്പൊ ഈ ബാങ്ക് കൊടുക്കുമ്പോ പുറത്തു പോകേണ്ട ആരാണ്? അതാണ് നമ്മൾ കാരണന്മാരൊക്കെ ബാങ്ക് കൊടുത്തതിന് പോയെടുത്തിട്ട് അറിയട്ടെ അല്ലേ. നമ്മൾ പള്ളിക്കലൊക്കെ ഒരു മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലർക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം പെണ്ണുങ്ങൾ ഒറ്റക്കാണെന്നൊക്കെ പറഞ്ഞു പോകും നിസ്കരിച്ചാതെ. എത്തോളം ആരും കൊണ്ടുപോകില്ല. അപ്പൊ എന്താ അത് ഒരു പ്രശ്നമാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നിസ്കരിക്കാതെ പോകുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾ അയിമട്ട് ചാമ്പ്യതാണ്. അങ്ങനെയുണ്ടല്ലോ, ഒരു തമാശയാണെന്നായാല് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാന് പിന്നെ പെരിയെന്ന എന്റെ കുട്ടികൾക്ക് എന്നോട് ചോദിച്ചു, ഒരു കടങ്കഥ വെച്ച് ഉത്തരം പറഞ്ഞ സമ്മാനം തരുന്നതാണ്. അപ്പൊ എന്താ സംഭവം ചോദിച്ചെന്താ വെച്ചാല്, ഒരാളെടുത്ത് പിന്നെ ഒരു തേങ്ങ, ഒരു പാവപ്പെട്ട ആളെയാണ്, അയാൾക്കൊരു തേങ്ങ കിട്ടി. ആ തേങ്ങ അയാൾ പെട്ടെന്ന് വലിയ മുതലാളിയായി. അതെങ്ങനെയാണെന്നാ ചോദ്യം. നമ്മൾ ആലോചിച്ചിട്ടൊരു കൊടുത്തും കിട്ടുന്നില്ല. തേങ്ങ എളുപ്പം എന്തായിട്ടുണ്ടാവും. ഇത് പല അനുഭവങ്ങളുണ്ടായൊരു സംഭവമാണിത്.
നമുക്ക് ആദ്യം ഇത് കിട്ടിയത് ഇങ്ങനെയാണ്. ഇത് പലത് നമ്മൾ പുസ്തകത്തിൽ പിന്നെയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരം ഉണ്ടാക്കും. ഒരു തേങ്ങ പിന്നെ കുഴിച്ചിട്ടിക്കും, പിന്നെ തെങ്ങുണ്ടായിക്കും, അങ്ങനെ കുറേ തേങ്ങ വലിയ വിലയല്ലേ എന്നൊക്കെ. ആ കുട്ടി പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഒഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ തേങ്ങ പിന്നെന്താക്കി മുറിച്ചു. അയാൾ 2 മുറിയായി. ഒരു മുറിയിൽ അയാൾ പാർത്തും ചെയ്തു, ഒരു മുറി വാടക കൊടുത്തും ചെയ്തു. അങ്ങനെ പൈസ ഉണ്ടായത്. എമ്മാതിരി കുതിരാക്കലാത്. തേങ്ങ പൊളിച്ചാണ്ട് അത് മുറിച്ചപ്പോൾ ഒരു മുറി വാടക കൊടുത്തും ചെയ്തു, ഒരു മുറി ഓല് താമസവും ചെയ്തു. അങ്ങനെ അതിൻ്റെ വാടക കിട്ടിയാണ്ട് മുതലാളി ആയതാണ്. അതുപോലെ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ അപ്പം കൊടുക്കുമെന്ന് കുതിരാക്ക തോന്നും. അപ്പോൾ കുട്ടികൾ ചിലതിലൊക്കെ വലിയ പോയിന്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ ബാങ്കിന്റെ കാര്യം പറഞ്ഞ് അതിലൊരു ഇത് പറഞ്ഞതാണ്. ആവട്ടെ, എന്തായിരുന്നാലും അപ്പോൾ ഈ ബാങ്ക് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനി നോക്കൂ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുന്നാസി ദുഖൂലൽ ജന്ന അൽ അംബിയാ സുമ്മ ശുഹദാ സുമ്മ ബിലാൽ. നബി തങ്ങൾ പറയാണ്, ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അംബിയാക്കളാണ്, പിന്നീട് ശുഹദാക്കളാണ്, പിന്നീട് ബിലാലാണ്. നേരെ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ പറഞ്ഞു. അപ്പോ അതിന്റെ കാരണം എന്താ? ബിലാൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ബാങ്ക് ആദ്യമായിട്ട് കൊടുത്ത മൂപ്പരാണ്. ആ കാരണം കൊണ്ടാണ് മൂപ്പർക്ക് വലിയ സ്ഥാനം ഉണ്ടായി. ആള് നീഗ്രാണ്, ആളൊരു കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണ്. ചൊർക്ക് തീരല്ലായിരുന്നു, നല്ല കറുപ്പായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇസ്ലാമിന് വലിയ സ്ഥാനം, ഈ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനമുണ്ട്. ഇപ്പൊ മുഅ്മിനൂന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അദ്ദേഹത്തിന്റെ പ്രത്യേകം. അതായത് പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അവർ ജന്നാത്തുൽ ഫിർദൗസിനെ അനന്തരമെടുക്കുന്നതാണ്. ജന്നാത്തുൽ ഫിർദൗസ് അനന്തരായിട്ട് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ബിലാൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഇത്രമാത്രം സ്ഥാനം കിട്ടിയെന്ന് അറിയോ? നിങ്ങൾക്ക് എന്ത് കർമ്മമാണ് നിങ്ങൾ അതിന് ചെയ്തതെന്ന് അറിയോ? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ, ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ അങ്ങനെ സ്ഥാനം കിട്ടാനുള്ള കാരണം, ഞാൻ എപ്പോ എനിക്ക് ഒളു മുറിഞ്ഞാലും ഞാൻ അപ്പത്തന്നെ ഒളു പുതുക്കും. ഒളു മുറിഞ്ഞാല് അപ്പത്തന്നെ ഞാൻ ഒളു ഉണ്ടാക്കും. എന്നിട്ട് 2 റക്അത്ത് ഒളുവിന്റെ സുന്നത്ത് നിസ്കരിക്കും ചെയ്യും. നബി തങ്ങൾ ശരിയാച്ചു. തന്നെയാണ് നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കാത്ത, എന്നാ വലിയ റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഒളുവോട് കൂടാകാം എപ്പോഴും. അഥവാ ഒളു മുറിഞ്ഞാലോ, ഒളു മുറിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? ഒളു എടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും ചെയ്യും. ഒളുവിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഒരു ഒളു എടുക്കുമ്പോൾ 2 റക്അത്ത് നിസ്കാരം കിടക്കട്ടെ. അത് അങ്ങനെ തന്നെ തുടർന്നു പോയി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിങ്ങൾ അങ്ങാടിയിലൊക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറയാം ഒന്ന് മൂത്രമൊഴിച്ച് വരട്ടോ അറിയും. നേരെ പള്ളിക്കന്ന് പോയി നമ്മൾ മൂത്രമൊക്കെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ പോരുമ്പോഴേ നല്ല സൗകര്യക്കാരൻ ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഒളു എടുത്തിട്ട് ആ 2 റക്അത്ത് നിസ്കാരം ളുഹാക്കിയാൽ മതി. എന്നാൽ 2 ആയി. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാളുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയ 360 കണുപ്പുകൾ, മടക്കാനും നീർത്താനൊക്കെ കഴിയുന്ന സ്ഥലങ്ങൾ, അത് അള്ളാഹു നൽകിയതിന് അള്ളാഹ്ക്കുള്ള ശുക്ർ ഒന്നായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യത 2 റക്അത്ത് ളുഹ. ഹദീസിലുള്ള ആലോചിച്ച് നമുക്ക് അതിനായിട്ട് കണ്ട് ഒരുങ്ങി താങ്ങി ആകണി വലിയ പണിയാണല്ലോ അല്ലേ? ചിന്തിച്ചു നോക്കി. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ എളുപ്പമുള്ള. ഏതായാലും നമ്മൾ പോയതാ മൂത്രം ഒഴിച്ചില്ലേ, അൽഹംദുലില്ലാ ഒന്ന് ഒളു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ 5 മിനിറ്റ് മതി ആകെ. അപ്പൊ നമുക്ക് മടക്കാനും നിർത്താനും ഒക്കെ അള്ളാഹു തആല നമ്മളെ അവയവങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാണ്. പഠിച്ചത് ഈ അനുഗ്രഹം നിലനിർത്തി തരാൻ നല്ലൊരു വഴിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്ക് ആരാണെങ്കിലും മുടങ്ങി കടന്നാൽ വലിയ അടങ്ങാറല്ലേ. ആ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടമുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നോക്കുക, അപ്പോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കാൻ ഒരു കാരണം അദ്ദേഹം ബാങ്കുകാരനായിരുന്നു.
ബാങ്കിന് വലിയ മഹത്വമാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യം, എന്നിട്ട് എന്ത് നബി ബാങ്ക് കൊടുക്കഴിഞ്ഞത്? അതിനെന്താ മറുപടി അറിയാം? ഉസ്താദെ, ഇമാമ് മുക്രി ഉണ്ടാവുമ്പോ ഇമാമിനല്ല കൂടുതൽ സ്ഥാനം ഉണ്ടാകുക അല്ലേ? വരെ പോകുമോ? മുഅദ്ദിന് പറയാണ് മുദരിസിനോട്, ഉസ്താദെ ഒരു മരണം ഉണ്ടായിക്കണം, നിങ്ങൾ നോർക്കുന്ന ബാങ്ക് കൊടുക്കേ. ഞാനോ? ഞാൻ മുദരിസല്ലേ, ഞാൻ ബാങ്ക് കൊടുത്താൽ ആൾക്കാർ ഞാൻ മുക്രിയാന്ന് ഇരുത്തൂലേ? ആരുണ്ടോ? ഇല്ല. നബി തങ്ങൾ എന്തേ കൊടുക്കാതിരുന്ന അതിന് വലിയൊരു പോയിന്റ് ഉണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അതൊക്കെ പറയുന്നുണ്ട്. ഇമാമത്തും പിന്നെ ബാങ്കും വെച്ച് നോക്കുമ്പോ ഇമാമിനാണ് സ്ഥാനം കൂടുതൽ. ഓക്കെ, ഇമാമിന് തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ സ്ഥാനം ഇമാമിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാങ്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയങ്ങള്? നബി തങ്ങളെങ്ങാനും ബാങ്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഹയ്യ അല സ്വലാന്ന് നബി തങ്ങളുടെ നാവോണ്ട് നബി പറയുകയാണെങ്കിൽ അത് കേട്ട ഒരാൾക്കും അവിടെ വരാതിരിക്കാൻ പറ്റൂല. വേറെ പള്ളിക്ക് ജമാഅത്തിനവനും പറ്റൂല, വീട്ടിൽ നിന്ന് നിസ്കരിക്കാനും പറ്റൂല. നിർബന്ധമായിട്ടും നബിയുടെ അരികിലേക്ക് തന്നെ പോണ്ടി. അതിന്റെ കാരണം എന്താ? ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ. ആ വിളിക്കുന്നോടത്തേക്ക് പോകാനാണ്. അപ്പോ ഖുർആൻ തന്നെ ഒരു ആയത്തിൽ പറയുന്നതോ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അള്ളി റസൂലും വിളിച്ച വേഗത്തിൽ ഉത്തരം ചെയ്യണം എന്നാണ് ആയത്തിറങ്ങാൻ തന്നെ കാരണം. നബിതങ്ങൾ ഒരാളെ വിളിച്ചപ്പോ, ഒരു സ്വഹാബിയെ വിളിച്ചപ്പോ അദ്ദേഹം സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ടാ വന്നത്, അതിന് കാത്തിക്കാൻ പാടില്ലായിരുന്നു, നിസ്കാരം മുറിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ നബിതങ്ങള് ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോ ആ ബാങ്ക് വിളിക്കാണല്ലോ, ക്ഷണിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം ചെയ്യൽ നിർബന്ധം. ആ ഇടങ്ങേറുന്ന് നമ്മളെ കഴിച്ചിലാക്കിയതാണ് ഒന്ന്. മറ്റൊന്ന്, നബിതങ്ങൾ തന്നെ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോ എതിരാളികൾ ചിലപ്പോൾ പറയും അയാളെ തന്നെ പൊക്കുകയുള്ളപ്പോൾ. നമ്മള് വിഷയത്തിന് കുഴപ്പമിട്ടല്ല കേട്ടോ. അതിന്റെ കാരണം മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുക്കാതിരുന്നത്? ഇതിന്റെ കാരണം അതാണ്, അല്ലാതെ അതിന് മഹത്വമില്ലാത്തത് കൊണ്ടല്ല. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പിന്നെ വളരെ വ്യക്തമായിട്ട് മഹാന്മാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഖിലാഫത്ത് പടച്ചവൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മുഅദ്ദിനാകുമായിരുന്നു. അപ്പൊ അത് ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരാള് നമ്മൾ പള്ളിയിലെത്തുമ്പോ മുഅദ്ദിന് പറയാണ്, പെട്ടെന്നൊരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു, എന്താ ചെയ്യാ? ബാങ്ക് കൊടുക്കാൻ ഒരാളെ കിട്ടിയണെങ്കിൽ എനിക്കൊന്ന് പോയായിരുന്നു. ചിലപ്പോ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതേ കാരണം ആചാരൊക്കെ നിങ്ങളൊന്ന് കൊടുക്കുവോ? ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാലും നമ്മള് കയ്യൊന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടത് നല്ലതാണ്. പക്ഷെ എന്താ കരുത്, അധികാരത്തിൽ കൈയിടാനും പാടില്ല. മഞ്ചേരി ഉണ്ടായിരുന്നു ഒരാള്, മഞ്ചേരി അടുത്തൊരു പള്ളിയിൽ, സ്ഥലം ഞാൻ പറയാക്കാണ് കൃത്യമായിട്ട്. അവിടെ എൻ്റെ ഒരു കുടുംബക്കാരനായിരുന്നു. പിന്നെ അവിടുത്തെ മുഅദ്ദിന് ഒരു ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ മൂപ്പര് വരേണ്ടതിന് മുമ്പ് അവിടെ ആരും മുഅദ്ദിനായാലും അവിടെ ഉണ്ട് ഒരു കാരണവര്, മൂപ്പര് സൗകര്യം പോലെ. മൂപ്പർക്ക് തോന്നും മൂപ്പർക്ക് കൊടുക്കണം തോന്നിയാല് മുഅദ്ദിന് ഇങ്ങനെ മൈക്കൊക്കെ അവിടെ ലെവലാക്കി വെച്ചാൽ മൂപ്പരൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊക്കെ പോയി തുപ്പാൻ പോയി വരുമ്പോത്തിന് ഇയാള് കൊടുക്കും. ഇഖാമത്തിന് ടൈം ആയാല് മുഅദ്ദിന് ഒരുങ്ങി താങ്ങി വരുമ്പോത്തിന് ഇയാളാണ് കൊടുക്കും. പക്ഷെ അയാള് ഭയങ്കര പിന്നെ ചൂടാ. അപ്പൊ ആരും മൂപ്പരോടൊന്നും പറയില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മായിൻ്റെ കുട്ടി അവിടെ മുഅദ്ദിനായി ഏറ്റു. അങ്ങനെ പിന്നെ 1-2 ദിവസമൊക്കെ ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഇയാൾ സഹിച്ചു കേട്ടോ. ഇയാൾ നാട്ടിൽ വലിയ പ്രമാണിയാണ്. മറ്റേ ആള് ഒരു ദിവസം ഇഖാമത്തെടുത്തപ്പോൾ ആണ് കുടിച്ചു ചെന്ന് ഇവിടെ ഇന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ഭാഗം ഇഖാമത്തിന് കൊടുക്കണം. അത് ഞാനാ കൊടുക്കണം, ഇന്റെ സമ്മതത്തോടെ നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെയാണ് എൻ്റെ മസല നമ്പർ. ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നോട് ഇത് പറയേണ്ട ആരറിയോ? അവിടുത്തെ വേറൊരാള് പറയാണ്, ഇതിന്റെ അമ്മായിൻ്റെ കുട്ടി അറിയില്ല, ഞങ്ങൾ അവിടെ ഉണ്ട് പുതിയൊരു മുഅദ്ദിന് വന്നു കൂടാണ്. എന്നോട് പറയാ, എന്നോട് അവിടുത്തെ ഒരാൾ പറഞ്ഞു തരാണ്, ഞങ്ങളവിടെ പുതിയൊരു മുഅദ്ദിന് വന്നിരിക്കണ്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അയാളോട് ആർക്കും കാര്യം പറയാൻ പേടിയായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കൊക്കെ.
ഞാൻ അയാളെ പുറത്തേക്ക് വിളിച്ചോണ്ടേക്കാണ്ട് കുറച്ച് കാശ് കൊടുത്തു നന്നായിക്കോട്ടോ പറഞ്ഞാണ്ട് ഞാൻ പിന്നെ മുണ്ടിയില്ല. എൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണ്. എന്നോട് എൻ്റെ അമ്മായിൻ്റെ കുട്ടി പറഞ്ഞു ചെയ്തോണ്ട് ആ വലിയൊരു വിരാന്തണ്ട് എൻ്റെ അടുത്തുണ്ട് അത് നടക്കുന്നു പറഞ്ഞു. ചില ആൾക്കാർ തുറന്നു പറയുന്നു. അപ്പൊ അങ്ങനെയും പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം ഉണ്ടാവുമ്പോഴേ നമ്മൾ അങ്ങനെ ഓവർടേക്ക് ചെയ്യരുത്. എന്നാലേ നമ്മളെ അനുമതിയോടുകൂടെ കുഴപ്പമില്ല. ഉത്തരവാദിത്തമുള്ള നല്ല കാര്യമാണ്. ഈ ഒരു സംഭവം പറയാം. കൊടുക്കുമ്പോൾ പിന്നെ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ കേട്ടോ. ബാങ്കിന് അത് നല്ല ശബ്ദത്തിൽ ഈണത്തിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പള്ളിയിലെ മുഅദ്ദിന് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്രേ, ഇന്നി ഒഴിബൂക്ക, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ്. നേരെ തിരിച്ചു. അതിൽ ഈ മുഅദ്ദിന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ബാങ്കിൽ പിഴവ് വരുന്നുണ്ട്, അതാണ് എനിക്ക് നിങ്ങളോട് ദേഷ്യം വരുന്നത്. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താണ് എൻ്റെ ബാങ്കിലെ പിഴവ് ചോദിച്ചു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. ആ അലിഫിന് നിങ്ങൾ കൂടുതൽ നീട്ടുന്നുണ്ട്. അങ്ങനെ നീട്ടുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അർത്ഥം എന്താ വരിക? അല്ലാഹ് ഏറ്റവും വലിയവനാണ്, അല്ലാഹ് ഏറ്റവും വലിയവനാണ് എന്നുള്ളതിന് പകരം അല്ലാഹ് ഏറ്റവും വലിയവനാണോ എന്ന് വരും. അതാണ് ഒന്ന് തെറ്റ്. പിന്നെ രണ്ടാമത് പറഞ്ഞെടുത്തു, നിങ്ങൾ ചിലപ്പോഴൊക്കെ ബാങ്ക് കൊടുക്കുമ്പോ നിങ്ങളെ അല്ലാഹു അക്ബർ എങ്ങനെ വരണ്ട അറിയോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ. ശരിക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ എന്നാണ്. അക്ബാർ എന്ന് പറഞ്ഞാലോ ശൈത്താന്റെ പേരാണ്. ശൈത്താൻ അക്ബാർ എന്നൊരു പേരാണ്. അവൻ ശൈത്താന്റെ പേര്. അങ്ങനെ എല്ലാം പറഞ്ഞെടുത്തപ്പോഴാണ് വെറുതല്ല നിങ്ങൾക്ക് എന്നോട് കയറാം. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു പറഞ്ഞതാണ്. അവൻ നമ്മള് ഈ പ്ലാസം ഒപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഈ പാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ മൗലാക്ക് ചെല്ലുമ്പോൾ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന് പറഞ്ഞ് ഈ മൗലായ സല്ലി വസാറി അത് നമ്മൾ എഴുതി വായിക്കുമ്പോഴാണ് നമ്മൾ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ചിലത് പാട്ടുകൾക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഒരു നീട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ ബാങ്കിലാവുമ്പോ നീട്ടാം, പക്ഷെ പിന്നെ ആസ്ഥാനത്ത് നീട്ടരുത്. അപ്പൊ അല്ലാഹു അക്ബർ, ഈ അല്ലാഹു അക്ബർ പലർക്കും വയ്ക്കും. ചിലപ്പോ ഇമാമുമാരെന്നെ ചിലയിടത്തൊക്കെ അല്ലാഹു അക്ബർ ഉണ്ടായില്ലേ, ഭയങ്കര എങ്ങനെയാണ് പോണോ അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ശൈലീകാരം കൊണ്ടായി. ചിലർക്കൊക്കെ ഒരു കോഡാണ് തോന്നുന്നുണ്ട് തിരിച്ചറിയാനൊക്കെ തന്നെ. അങ്ങനെ ഉണ്ടോ? ഇല്ല. അല്ലാഹു അക്ബർ അക്ബർ എന്നാണ്. അത് ചിലർ പറയുമ്പോൾ അക്ബർ എന്നറിയും, ഒരു പ്രത്യേക ഒരു സൗണ്ട് ഒക്കെ വരുന്നതാണ്. അങ്ങനെ ആയിരുന്നു. അതാണ് ഇപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഈ ചില സൗദിയിലെ ചില ബാങ്കിൽ തന്നെ ചിലപ്പോ ഈ അക്ബറൊക്കെ നീളലൊക്കെ കുറച്ച് ഓവറായിട്ട് വരും. എന്നാലും ബാങ്കിനും കിറാത്തിനൊക്കെ അതിൻ്റെതായ ആ ശൈലിയിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആരും എത്ര വലിയ വിമർശനം ടൗണിൽ വലിയ RSSകാരനെ കയറും, എന്നാലും ആ ബാങ്ക് യഥാർത്ഥ ശൈലിയിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ബസ് പോയതും കൂടി അറിയാൻ നിൽക്കും മൂപ്പര്. ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും, ഇതൊക്കെ ഒഴിവാക്കണ്ടാണ്, ഇങ്ങനെ പോവാണ് ഞങ്ങൾ ഒഴിവായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ മനസ്സിലുണ്ടാവും. ഭരണം കിട്ടട്ടെ, ഇങ്ങനെ അങ്ങോട്ടാളെ പോകണ്ടേ, ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളി, ഇടതും വലതൊക്കെ ഒന്നാണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ. BJPക്കാരെ വല്ലാതെ വരികയാണെങ്കിലേ ആരവസ്ഥയ്ക്കാ പോകുന്നത്. വർഗീയവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും വരുന്നൊരു കാലമാണ്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഇനി അതൊക്കെ മനസ്സിലാക്കുക. ഇനി വേറെ കാര്യം കൂടി വരാട്ടോ. നമ്മൾ ഈ ബാങ്കിന് ഇജാബത്ത് കൊടുക്കൂലേ, ഈ ഇജാബത്ത് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹറഫിന്, ബാങ്കിന്റെ ഒരു ഹറഫിന് 1000 ദറജ അല്ലാഹു നൽകുന്ന. പള്ളിക്കൊന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമുക്ക് അത്ര ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഇജാബത്ത് കൊടുക്കുമ്പോൾ ഒരക്ഷരത്തിന് 1000 ദറജയാണ്. ഹസനത്ത് എന്നല്ല അവിടെ വരുന്ന, ദറജത്ത് പദവി, 1000 പദവി. അപ്പൊ പിന്നെ നമ്മള് ബാങ്കിന് ഇജാബത്ത് കൊടുക്കൂല. അതാണ് ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടേത് അറിയണ്ടത്. ഇജാബത്ത് കൊടുക്കുമ്പോൾ വേറെ മിണ്ടാൻ ടൈം ഉണ്ടാവില്ലല്ലോ. അതിനൊന്നും നമ്മളൊരു മടിയും കരുതരുത്. അതിന് നോക്കുമ്പോൾ ആ മുസ്ലിങ്ങൾ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അവർ പോലും ബാങ്കിന്റെ സമയത്ത് നിർത്തും, ബാങ്കിന്റെ സമയത്ത് നിർത്തും. പക്ഷെ നമ്മളിവിടെയൊക്കെ കണ്ടപ്പോൾ സമ്മേളനത്തിനൊക്കെയാണ് ഈ പ്രസംഗിക്കേണ്ട ആൾ നിർത്തും, പിന്നെ എല്ലാവരും വസനം പറയും.
സ്റ്റേജ് മേലും എല്ലാവരും പറയിക്കാരം തന്നെ അല്ലേ, എല്ലാവരും പറയിക്കാരം. അപ്പോൾ വർത്തമാനം പറയാനുള്ള ടൈമാണ്. അതിലേറല്ല അയാൾ പ്രസംഗിക്കാനും ഒരാളെ ഉണ്ടോ. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമുക്കെന്നാണ് തോന്നുകയാണ് അതിപ്പോ അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല, നമ്മൾ തന്നെ വില കുറച്ച് കാണിക്കാൻ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഷിയാണാറിനെ കാണിക്കണം. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രത്തിന് ഉള്ളിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണമല്ലോ നിങ്ങൾ. ഓരോ അതിനോടൊരു ആദരവ് കാണിക്കണം. എന്നപോലെ വാങ്ങട് കേൾക്കുമ്പോൾ നമ്മളും ആ സംസാരം. പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ വളരെ പിറകിലാട്ടം. ഒരു പടുക്കളിയിൽ വർത്തനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുത്തൂലേ അള്ളാ ഇനിയിപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, ഓരോ വർത്താനം ഒന്നുകൂടി മുറുകും. സമയമില്ല ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്തു ഞാൻ പറഞ്ഞത് തീർക്കണ്ടേ, അങ്ങനെ പറയൂല, നിർത്തൂല. ആരും പേടിയില്ല. നമ്മളിപ്പോ ഒരു സാഹസിലൊക്കെ ആണെങ്കിൽ പടപ്പാളെ പേടിച്ചിട്ടേക്കാരും ചിലപ്പോൾ. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഒരാൾ സംസാരിച്ചാല് അതിനെ അവഗണിക്കുന്നൊരവസ്ഥ വന്നാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരിക്കലും കഴിയൂല. മരിക്കുമ്പോൾ എന്തും പറയാം, അതാണ് പറയാൻ കഴിയൂല. നാവ് ഇങ്ങനെ വല്ലാത്തൊരു വഴങ്ങാൻ ഞാൻ എന്താ ചെയ്യാം, അത് പറയാൻ കഴിയാൻ ഞാൻ എന്താ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ബാങ്കിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞതാണ്. ബാങ്ക് കൊടുക്കുന്നവരൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ചെറുതാക്കി കാണരുത്. അവരൊക്കെ വലിയ ധർമ്മമാണ് നിർവഹിക്കുന്നത്, വലിയ ധർമ്മമാണ്. കുറേ കാലം ആത്മാർത്ഥമായിട്ട് ബാങ്ക് കൊടുത്ത ആളുകളൊക്കെ, എത്രയോ ആളുകൾ ഒലക്കം മരണം അൽഹംദുലില്ലാഹ് നല്ല റായി. എൻ്റെ ഉപ്പ 45 കൊല്ലം പള്ളിയിൽ ബാങ്ക് കൊടുത്താണ്. 45 കൊല്ലം ജീവിതകാലം മുഴുവൻ പറയാം. ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ട് അതിൻ്റെ മുമ്പ് തന്നെ വാപ്പാനെ സഹായിക്കാൻ പോയി. പിന്നെ അങ്ങനെ നാട്ടിൽ തന്നെ വേറെ ഒരു പരിപാടിയില്ല. നമുക്കൊക്കെ ശരിക്കും അറിയണ്ടല്ലേ. ഒരു മഞ്ചേരിയോ മലപ്പുറം ടൗണിലേക്ക് വരെ ഇപ്പൊ ഒന്നും പോകില്ല. അങ്ങനത്തെ ചുറ്റുപാടേ ഇല്ല. പള്ളിക്ക് പോവാ വീട്ടിക്ക് വരിക, പള്ളി പോവാ വീട്ടിക്ക് വരിക, വെറും ആ ഒരു ഹിദ്മ മാത്രം, എവിടേക്കും പോകാതെ. അത് നല്ല ആ മരണത്തിൽ നമുക്ക് റാഹത്തായിരിക്കണം. വലിയ പുണ്യമുള്ള കാര്യമാണ്. ആളുകൾക്ക് ചിലപ്പോൾ അത്ര വിലയൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചെറുതാക്കി കാണിക്കും, അത് നോക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മതി. ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ ആ സൗണ്ട് വാങ്ക് ഉയർന്നോ ആ സ്ഥലത്തുള്ള മണൽത്തരികൾ വരെ സാക്ഷി നിൽക്കുന്നു. അള്ളാഹു താല നമുക്ക് ഓരോന്നിനും നൽകിയത് അത് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന സൃഷ്ടി ആലോചിച്ചാൽ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റക്കും. വേറെ ഒരു മതത്തിനും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ. ആലോചിച്ച് നോക്കുങ്ങൾ, എല്ലായിടത്തും നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയാണ്, അത് കേൾക്കുമ്പോ അവർ വല്ലാതെ പരിഹസിക്കും, അതിനെ കളിയാക്കും. ഇന്നും അതുണ്ട്. ഇന്നിപ്പോ പലരും പറയുന്നത് വാങ്ങി കേട്ടാല് പിന്നെ അത് അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോ അല്ലാത്ത വിശ്വാസികൾക്ക് പ്രയാസം വരൂലേന്നാ. ഇല്ല, പരദൈവങ്ങളെ ആരാധിക്കുന്ന അതുമായിട്ടുള്ള സംഗീതങ്ങളും പാട്ടുകളും അതൊക്കെ നമ്മൾ കേൾക്കണ്ടല്ലോ. അപ്പൊ ഇപ്പുറത്തും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും അവനവന്റെ സൗകര്യം പോലെ ചെയ്തോട്ടെ, കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള വേണ്ടത്. അപ്പൊ അതിന് ആരോപണത്തിന് എന്തില്ല, കഴമ്പില്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വലാത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ അല്ലേ, ഈ നിസ്കാരം എന്ന് പറയുന്നത്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇത് നോക്കൂ, അല്ലാഹു തആല ശാരീരികമായിട്ട് നമ്മൾ ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള നന്ദിയാണ്. സക്കാത്തോ, അത് അല്ലാഹു തആല ധനം നൽകിയതിന് അല്ലാഹുക്കുള്ള നന്ദിയാണ്. സക്കാത്ത് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകിയതിന് നന്ദിയായിട്ടാണ് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. നോമ്പും നിസ്കാരവും ഹജ്ജും ഇതിന് ശരീരം വഴങ്ങുന്ന വേണം. പൈസ വേണം ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ, പക്ഷെ ശരീരം തന്നെ അറസിയിലെത്തണം. തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം. അതുപോലെ തന്നെ നോമ്പാണെങ്കിൽ പകലന്തിയോളം പട്ടിണി കിടക്കണം, ശരീരം തന്നെ ചെയ്യണം. നിസ്കാരാണെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല നമുക്ക് ഈ അവയവങ്ങൾ നൽകിയതിന് പകരം അല്ലാഹുക്കുള്ള നന്ദിയാണ്, അല്ലാഹുക്കുള്ള ശുക്രാണ്. ഖുർആൻ അത് പറയേണ്ട അമാനത്താണ്, കയ്യമാനത്താണ്, വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ആ അമാനത്ത് നമ്മൾ കൈകാര്യം ചെയ്യൽ എങ്ങനെയാണ്? അള്ളാഹ് വിശ്വസിച്ചേൽപ്പിച്ച് സത്യസന്ധമായി കൈകാര്യം ചെയ്യുക, ആ കൈ കൊണ്ട് നന്മ ചെയ്യുക.
അതായത് നിസ്കാരത്തിലൊക്കെ തക്ബീർ കെട്ടുമ്പോൾ മട്ടം പോലെ തക്ബീർ ഇട്ട് അത് ഉയർക്കുമ്പോൾ കൈ ഉയർത്തൽ, പിന്നെ നിക്കറ് തസ്ബീഹ് എല്ലാം എണ്ണം പിടിക്കൽ, ഇതൊക്കെയാണ് കൈകൊണ്ടുള്ളത്. കണ്ണോണ്ടോ ഖുർആൻ നോക്കി ഓതുക, നല്ലത് കാണുക, കാത് നല്ലത് കേൾക്കുക, കാല് നല്ലതിലേക്ക് നടക്കുക, ഇതൊക്കെ പ്രത്യേകം പറഞ്ഞതാണ്. അപ്പൊ നിസ്കാരത്തെ പറ്റി ഇവിടെ പറയുക സക്കാത്ത്, ഇവിടെ ഇപ്പോ ഇതിന്റെ തൊട്ടുമുള്ള ആയത്തിൽ നിസ്കാരവും സക്കാത്തും പറയാൻ കാരണം എന്താ? രണ്ട് തലങ്ങളാണ്. നിസ്കാരം ശരീരം കൊണ്ടും സക്കാത്ത് ധനം കൊണ്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരായത്തിൽ പറയുന്നുണ്ട്, സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുക്കാതെ പൂഴ്ത്തി വെക്കുന്നവർക്ക് സ്വർണവും വെള്ളിയും ചുട്ടു പൊഴിപ്പിച്ച് അതുകൊണ്ട് ചൂടാക്കുന്നു. 3 സ്ഥലത്താ ചൂടാക്കാന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന് നെറ്റി, മറ്റൊന്ന് ഇരുഭാഗങ്ങൾ, മറ്റൊന്ന് മുതുക്. എന്താ അങ്ങനെ പറയാൻ കാരണം ചിന്തിച്ചിട്ടാ? ജുനൂബുഹും വജിബാഹും വജുനൂബുഹും വളുഹൂറും എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ അതിന്റെ കാരണം? സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് പരലോകത്തുള്ള ശിക്ഷ ഓല ആ മുതൽ ഇപ്പൊ കറൻസി ആണെങ്കിൽ അത് ലോഹ രൂപത്തിലാക്കും, സ്വർണത്തിന് വെള്ളി പകരാണ്, അതുകൊണ്ട് ചൂടാക്കും. നെറ്റിമേ 2 ഭാഗങ്ങളില് പുറത്ത്. അതിന്റെ കാരണം പറയണ്ട എന്താ അറിയങ്ങള്? ഒരു ആള് വന്നിട്ട് നമ്മളോട് സഹായം ചോദിക്കുമ്പോ സക്കാത്ത് കൊടുക്കാനും സഹായിക്കാനും താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് അവൻ്റെ അടുത്ത് നിന്ന് വരെ നെറ്റി ഒന്ന് ചുളിക്കും. കോളിംഗ് ബെല്ല് കേട്ടു, വിരുന്നേരാതി നോക്കുമ്പോ പിരിവാരനാണ്, നെറ്റിക്കൊരു ചുളിച്ചിലുണ്ടാവും. അതിനോട് ഒരു വെറുപ്പുണ്ടെങ്കിൽ അല്ലേ? ഉസ്താദ് പറയാണ്, ഒരാള് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാല് ചെറിയ നെറ്റി ചൊളിക്കും. കഴിഞ്ഞ ആഴ്ചയും പിരിവ്, അതിന്റെ മുമ്പത്തെ ആഴ്ചയും പിരിവ്, അതിന്റെ മുമ്പത്തെ ആഴ്ചയും പിരിവ്, മോദിയർക്ക് ഇതല്ലാത്തൊരു പണിയില്ല എന്നൊക്കെ കരുതും. നെറ്റി ചൊളിക്കും. ആദ്യമായിട്ട് മനുഷ്യനിൽ നിന്ന് വിസമ്മതത്തിന്റെ ഒരടയാളായിട്ട് നെറ്റി ചൊളിക്കൽ വരുന്നുണ്ട്. ആ നെറ്റിമട്ട് പഠിച്ചോ കൊടുക്കും. വീണ്ടും ആവർത്തിക്കുമ്പോ ചിലപ്പോ ഒന്ന് തിരി അങ്ങോട്ടോ അങ്ങോട്ടോ, ആ 2 ഭാഷകൾ ഇനി ചോദിച്ചാൽ ചിലപ്പോ എന്ത് ചെയ്യും? ആളോട് തന്നെ പോകും, എന്റെ അടുത്ത് നിട്ടൂലായിരുന്നു ആണ് ബാക്ക്. അതാണ് അത്ര അതിന്റെ കാരണം. അങ്ങനെ തന്നെ കൃത്യമായിട്ട് സംഭവിക്കുന്നല്ല അതിന്റെ അർത്ഥം അടയാളം കേട്ടോ. ചില നെറ്റൊന്നും ചൊലിക്കില്ല, അങ്ങനെ ചെറിച്ചു ഒരു വായന ചൊരി. അതിന്റെ അർത്ഥം എന്താ? കിട്ടൂല മോനെയാണ്. ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് സക്കാത്തും നിസ്കാരവും ഇങ്ങനെ എപ്പോഴും ഒരുമിച്ച് പറയാനുള്ള ഒരു കാരണം അതാണ്. അപ്പൊ ഈ ശത്രുക്കൾ പരിഹസിക്കുന്ന രീതി പറയുന്നോടത്ത് പറയുന്നതാണെന്ത്? നിസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അതിനവർ പരിഹാസ്യപാത്രമാക്കും. എന്താ അതിന്റെ കാരണം? ചിന്തിച്ച് ഗ്രഹിക്കാത്തൊരു ജനതയാണ് അവർ. കാര്യങ്ങൾ ചിന്തിച്ചവര് ഗ്രഹിക്കൂല, മനസ്സിലാക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. إنما وليكم الله, നിങ്ങളുടെ രക്ഷാകർത്താവ് അല്ലാഹുവാൻ, വറസൂലുഹു, അവന്റെ റസൂലുമാണ്, വല്ലദീന ആമനൂ, സത്യവിശ്വാസികളും, അല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികൾ, വയൂതൂന സക്കാ, അവർ സക്കാത്ത് കൊടുക്കും, അങ്ങനെയുള്ളവർ, വഹും റാക്കിഊൻ, അവർ റുകൂഅ് ചെയ്യുന്നവരാകും, നല്ല വിനയാന്വിതരാകും. വമൻ യതവല്ലല്ലാഹ വറസൂലഹു, അല്ലാഹുവും റസൂലിനും, അല്ലാഹുവിനെയും റസൂലിനെയും ഒരാൾ രക്ഷാകർത്താവാക്കിയാൽ, വല്ലദീന ആമനൂ, വിശ്വാസികളെയും, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അല്ലാഹുവിന്റെ സൈന്യം തന്നെയായിരിക്കും വിജയികള്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബാ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബാ, നിങ്ങളെ ദീനിനെ കളിയും തമാശയുമാക്കുന്നവരെ നിങ്ങളെ ആക്കരുത്. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വൽ കുഫാർ,
മുമ്പ് വേദം നൽകപ്പെട്ടവരും അതുപോലെ സത്യനിഷേധികളുമായവർ അവർ നിങ്ങളെ ദീനിനെ കളിയാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങളാക്കരുത് ഔലിയാ, മിത്രങ്ങളാക്കരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. വഇദാ നാദൈതും ഇലസ്സലാത്തി ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാല് അതിനെ പരിഹാസ്യമാക്കുന്ന കളിയും തമാശയുമാക്കുന്ന ഒരു കൂട്ടരുണ്ട്. ذلك بأنهم قوم لا يعقلون, ചിന്തിക്കാത്തൊരു ജനതയാകുന്നു അവര്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. وإذا ناديتم إلى الصلاة اتخذوها هزوا ولعبا ذلك بأنهم قوم لا يعقلون. صدق الله مولانا العلي العظيم.